ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് ലെക്ചർ തന്നെയാണ് പറയാം. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒന്നാമത്തെ ലൈവ് സെഷൻ. ലോജിക്കൽ റീസണിങ്ങിന്റെ ഡിഫറെന്റ് ഏരിയാസിനെ ഡിഫറെന്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഏരിയ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്. സോ ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് ലോജിക്കൽ റീസണിങ്ങിന്റെ വെസ്റ്റേൺ ലോജിക് എന്ന് പറയും. വെസ്റ്റേൺ ലോജിക്കിൽ നമ്മൾ പഠിക്കുന്നത് ആർഗ്യുമെന്റ്സ്, സിലോജിസം, അതേപോലെ തന്നെ സിലോജിസം എങ്ങനെ സോൾവ് ചെയ്യാം, ഫാലസിസ് എന്താണ്, അങ്ങനെയുള്ള ടോപ്പിക് ഏരിയാസ് ആണ് വെസ്റ്റേൺ ലോജിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിലേക്ക് വരുമ്പോൾ ഇതേ കൺസെപ്റ്റുകൾ, അതായത് സിലോജിസം പോലുള്ള കൺസെപ്റ്റുകൾ ഇന്ത്യൻ ലോജിക്കിലേക്ക് വരുമ്പോൾ അത് അനുമാനയാണ്. അതായത് മീൻസ് ഓഫ് അറ്റൈനിങ് നോളജ് എന്നുള്ള പ്രമാണ എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി പഠിക്കും. പ്രമാണസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് അനുമാന, അതായത് പ്രത്യക്ഷ, അനുമാന, ഉപമാന, അർത്ഥപത്തി, അനുപലബ്ധി ആൻഡ് ശബ്ദ. ദീസ് ആർ ദി ഡിഫറെന്റ് പ്രത്യക്ഷ പ്രമാണാസ്. അതിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യും. സോ രണ്ട് പാർട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തെ പാർട്ട് ആർഗ്യുമെന്റ്സുമായി ബന്ധപ്പെട്ട വെസ്റ്റേൺ ലോജിക്കാണ്. രണ്ടാമത്തെ പാർട്ട് ഇന്ത്യൻ ലോജിക്കാണ്. സോ വെസ്റ്റേൺ ലോജിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക് ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇന്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് എ കൺക്ലൂഷൻ. കൺക്ലൂഷൻ ട്രൂ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള, കൺക്ലൂഷൻ പറയാൻ പോകുന്ന കാര്യം ശരിയാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓൾ മെൻ ആർ മോർട്ടൽ ആൻഡ് ഹി ഈസ് എ മാൻ, therefore he is mortal. ജസ്റ്റ് നോക്കി എന്താ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. സ്റ്റേറ്റ്മെന്റ് പറയുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരും മോർട്ടൽ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വ്യക്തിയും ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹവും മോർട്ടലാണ്. സോ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് പാർട്ടുകൾ ഉണ്ടാകും. ഒന്നാമത്തെ പാർട്ട് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്, കൺക്ലൂഷനിലേക്ക് നമ്മൾ നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ പാർട്ട് കൺക്ലൂഷൻ ഇറ്റ് സെൽഫ് ആണ്. അപ്പോൾ ഈ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ പ്രെമിസസ് എന്ന് പറയും. നമ്മളെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രെമിസസ്. ദെൻ ദർ ഈസ് കൺക്ലൂഷൻ. വാട്ട് ഈസ് ഇൻഫറേഡ് ഫ്രം പ്രെമിസസ്? പ്രെമിസസിൽ നിന്ന് നമ്മൾ എന്താണോ ഇൻഫർ ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രെമിസസ് കൺക്ലൂഷനിലേക്ക് നയിക്കുമെന്ന് ഓർത്തേക്കുക. പ്രെമിസസ് സപ്പോർട്ട്സ് ഓർ റീസൺസ്, നമ്മൾ പറയുന്ന ആ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ റീസണുകളാണ് പ്രെമിസസ്. വേറാസ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻഫറേഡ് ഫ്രം ദിസ് പ്രെമിസസ്. പ്രെമിസസിൽ നമുക്ക് എന്താണോ ഇൻഫർ ചെയ്തെടുക്കാവുന്നത്, മനസ്സിലാക്കി എടുക്കാവുന്നത്, അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ആർഗ്യുമെന്റ് ഡിഫറെന്റ് കോമ്പോണൻസ് പറയുകയാണെങ്കിൽ ഒന്ന് പ്രെമിസ് ആണ്. പ്രെമിസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫറിംഗ് സപ്പോർട്ട് ടു കൺക്ലൂഷൻ. കൺക്ലൂഷന് ശരിയാണെന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പ്രെമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കം കൺക്ലൂഷൻ. കൺക്ലൂഷൻ ഇസ് ദി ഫൈനൽ ക്ലെയിം ഇൻഫേർഡ് ഫ്രം വൺ ഓർ മോർ പ്രെമിസസ്. പ്രെമിസിൽ നിന്നും അവസാനം നമ്മൾ എന്താണോ മനസ്സിലാക്കി എടുക്കുന്നത് ആ ഒരു ഫൈനൽ ക്ലെയിമിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ഇൻഫറൻസ്. വാട്ട് ഈസ് ഇൻഫറൻസ്? ഇൻഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്ന ആ ലോജിക്കൽ പ്രോസസ്സിനെയാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. പ്രെമിസുകളിൽ നിന്നും കൺക്ലൂഷനിലേക്ക് എങ്ങനെ നമ്മൾ എത്തുന്നു, ആ ഒരു ലോജിക്കൽ പ്രോസസ് ഈസ് കോൾഡ് ഇൻഫറൻസ്. ഓക്കെ, സോ റീസണിങ് പ്രോസസ് ദാറ്റ് കണക്ട്സ് പ്രെമിസസ് ആൻഡ് കൺക്ലൂഷൻ. ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഓരോന്നിന്റെ മീനിങ് ആണ്. പതുക്കെ പതുക്കെ ഗ്രാജുവലി അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോരും. എന്നാലും ഫസ്റ്റ് സ്റ്റേജിൽ വി നീഡ് ടു റിമെമ്പർ ദിസ്. പ്രെമിസ് എന്താണെന്ന് ഓർക്കണം, കൺക്ലൂഷൻ എന്താണെന്ന് ഓർക്കണം,
അതും ഇൻഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഓർക്കണം. ആ ഒരു അപ്രോച്ച് നമുക്ക് ആവശ്യമാണ്. പ്രമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫറിംഗ് സപ്പോർട്ട് ടു കൺക്ലൂഷൻ. ദെൻ എന്താണ് കൺക്ലൂഷൻ? വാട്ട് ഈസ് ഇൻഫേർഡ് ഫ്രം? പ്രമിസിൽ നിന്ന് എന്താണോ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫറൻസ് പ്രോസസ് ഇസ് കോൾഡ് ഇൻഫറൻസ്. ഇൻഫറൻഷ്യൽ പ്രോസസ് അല്ലെങ്കിൽ റീസണിങ് പ്രോസസ് എന്ന് പറയും. അതായത് പ്രമിസിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ്. ആർഗ്യുമെന്റ്സ് എപ്പോഴും ഇൻഫറൻഷ്യൽ ആണ്. മീൻസ് എന്തോ ഒന്ന് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് പ്രമിസിൽ നിന്നും കൺക്ലൂഷനിലേക്ക് പ്രമിസ് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഇൻഫറൻഷ്യൽ എന്ന് ഓർക്കുക. ദേ ആർ ഇന്റൻഡഡ് ടു പ്രൂവ് സംതിങ്. എന്തോ ഒന്ന് പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻ ആർഗ്യുമെന്റ്സ് ആർ ഓഫൻ കോൾഡ് പ്രപ്പോസിഷൻസ്. സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പ്രപ്പോസിഷൻ എന്ന് കൂടി വിളിക്കും. ട്രൂത്ത് ആപ്റ്റ് സെന്റൻസ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മളെല്ലാം ഡിക്ലെയർ ചെയ്യുമല്ലേ, ഓൾ മെൻ ആർ മോർട്ടൽ, ഡിക്ലറേറ്റീവ് നേച്ചറിലാണ്. അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ട്രൂത്ത് അപ്ലൈസ് ടു പ്രപ്പോസിഷൻ ആൻഡ് നോട്ട് ആർഗ്യുമെന്റ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആർഗ്യുമെന്റിനെ പറ്റി പറയുമ്പോൾ ആർഗ്യുമെന്റ് മൊത്തമായിട്ട് എടുത്തിട്ട് ഒരിക്കലും ആർഗ്യുമെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയില്ല. ആർഗ്യുമെന്റ് മൊത്തമായിട്ട് എടുത്തിട്ട് വെദർ ഇറ്റ് ഈസ് വാലിഡ് ഓർ ഇൻവാലിഡ് എന്നേ പറയും. അല്ലെങ്കിൽ കൊജന്റ് ആണോ എന്ന് പറയും. ഓക്കെ, സോ കൊജൻസി അല്ലെങ്കിൽ വാലിഡിറ്റി ഈസ് ദി ഫീച്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്. ട്രൂ ഓർ ഫോൾസ്. ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫോൾസിറ്റി ബിലോങ്സ് ടു എപ്പിസ്റ്റമോളജി എന്ന് പറയും. അത് ലോജിക്കുമായി ബന്ധപ്പെട്ടതല്ല, സയൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്സും ഫോൾസിറ്റിയും നമ്മൾ ആർഗ്യുമെന്റിൽ പറയില്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആർഗ്യുമെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്? സീ ദിസ്. ഈ എഴുതിയിരിക്കുന്നത് മൊത്തം എടുക്കുവാണെങ്കിൽ അതൊരു ആർഗ്യുമെന്റ് ആണ്. എന്നാൽ അതിനകത്ത് ഒരു സെന്റൻസ് മാത്രം എടുക്കുവാണെങ്കിൽ ആ സെന്റൻസിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ട്രൂത്തും ഫോൾസും പറയാം. ഓൾ മെൻ ആർ മോർട്ടൽ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഓൾ മെൻ ആർ മോർട്ടൽ, ഹീസ് എ മാൻ ആൻഡ് ഹീസ് മോർട്ടൽ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയില്ല. പകരം എന്ത് പറയും? ഇത് മൊത്തം എടുത്തിട്ട് അത് വാലിഡ് ആണ്. വാലിഡിറ്റി ബിലോങ്സ് ടു ദി സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് സ്ട്രക്ചറിങ് നമ്മൾ ഈ കണ്ടതുപോലെ സ്ട്രക്ചറിങ് പ്രോപ്പർ ആണെങ്കിൽ ദാറ്റ് ഇസ് വാലിഡ്. സ്ട്രക്ചർ മോശമാണെങ്കിൽ അത് ഇൻവാലിഡ്. ട്രൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ സത്യമാണോ, ലോകലി ഗ്ലോബലി അത് ട്രൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു ആർഗ്യുമെന്റിൽ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇത് ലോജിക്കൽ റീസണിങ് ആണ്, നോട്ട് എപ്പിസ്റ്റമോളജി. ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചറിങ് ആണ് കൈകാര്യം ചെയ്യുന്നത്, നോട്ട് ദി ട്രൂത്ത് എസെൻസ്. അത് ഓർത്തേക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരും. സോ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ട്രൂത്ത് അപ്ലൈസ് ടു പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റിനും ട്രൂത്ത് അപ്ലൈ ചെയ്യാം, നോട്ട് ആർഗ്യുമെന്റ് ആസ് എ ഹോൾ. ആർഗ്യുമെന്റ് മൊത്തം എടുത്തിട്ട് നമ്മൾ ഒരു കാരണവശാലും ട്രൂത്ത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് ആണോ ഫോൾസ് ആണോ എന്ന് പറയില്ല. ഇനിയുള്ളത് വാലിഡിറ്റി അപ്ലൈസ് ടു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. വാലിഡിറ്റി എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ്. ഡിഡക്റ്റീവ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വാലിഡിറ്റി ഇസ് ദി ക്വാളിറ്റി ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പറയും. സി ദിസ് വാസ് ദി എക്സാമ്പിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ആണിത്. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് ഹ്യൂമൻ, ദെൻ സോക്രട്ടീസ് ഇസ് മോർട്ടൽ. കണ്ടല്ലോ, ആ ഒരു ആർഗ്യുമെന്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. പ്രപ്പോസിഷൻ മാത്രം എടുത്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. ഓക്കെ, ആർഗ്യുമെന്റ് മൊത്തം എടുത്തിട്ട് നമുക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയാൻ സാധിക്കൂ. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ റൂൾ. വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇതൊരു വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു റൂളാണ്. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്. സോ ഡിഡക്റ്റീവ് വാലിഡ് ആർഗ്യുമെന്റ്, ഇതൊരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഇഫ് premises ആർ ട്രൂ, കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. ഇനി മൂവിങ് ഓൺ.
ഇതിനകത്ത് രണ്ട് കൺസെപ്റ്റുകളെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കും എപ്പിസ്റ്റമോളജിയും. എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ഷുവർ നോളജ് ആണ്, സയൻസ് ആണ്. തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ലോജിക് ഒരു ഫോർമൽ റീസണിങ് കൺസെപ്റ്റ് ആണ്. ഇവിടെ എന്താണ്, സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് ഫോർ ട്രൂത്ത്ഫുൾനെസ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ് എന്ന് പറയും. എപ്പിസ്റ്റമോളജിയിലേക്ക് വരുമ്പോൾ നമ്മളത് തിയറി ഓഫ് ഷുവർ നോളജ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന സയൻസ് സബ്ജക്റ്റുകൾ എന്താണ്, എങ്ങനെ ഇരിക്കും, അത് ട്രൂത്ത് ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ബിലോങ്സ് ടു എപ്പിസ്റ്റമോളജി. ലോജിക് ഈസ് ഓൾ അബൌട്ട് ദി ഫോം ഓഫ് ആർഗ്യുമെന്റ്, സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ് ആണ് വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രധാന തെറ്റെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ട്രൂത്ത് എപ്പോഴും ലോജിക്കുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യരുത്. ട്രൂത്ത് ബിലോങ്സ് ടു എപ്പിസ്റ്റമോളജി, whereas validity belongs to logical reasoning. Assuming every argument proves its conclusion, just suggest it. ആർഗ്യുമെന്റ് എപ്പോഴും സജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, എല്ലാ ആർഗ്യുമെന്റും പ്രൂവ് ചെയ്യണമെന്നില്ല. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ആർഗ്യുമെന്റ് രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് സജസ്റ്റ് ചെയ്യും, പ്രോബബിലിറ്റിയോട് കൂടി പറയാൻ സാധിക്കും, പ്രൂവ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, let me show you. നമ്മൾ പറഞ്ഞ ആ ടോപ്പിക്കിലേക്ക് പോവാണ്. രണ്ടാമത്തെ ടോപ്പിക് ഏരിയ ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ്. ടൈപ്സിലേക്ക് വരുമ്പോൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആദ്യത്തെ ടൈപ്പ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ premises are true, the conclusion is guaranteed to be true. premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. അതായത് ലോകത്തുള്ള എല്ലാ മെന്നും മോർട്ടൽ ആണെങ്കിൽ ആ വ്യക്തിയും, ഈ കാണുന്ന സോക്രട്ടീസ് എന്ന് പറയുന്ന വ്യക്തിയും മോർട്ടൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ, ഈ രണ്ട് പ്രമിസസും ട്രൂ ആണെന്ന് വിചാരിക്കുക. അല്ലെ, ഈ രണ്ട് പ്രമിസസും ട്രൂ ആണല്ലോ. ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ സെർട്ടനിറ്റിയോട് കൂടി ട്രൂ ആയിരിക്കും. അല്ലെ, നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കൺക്ലൂഷൻ 100% ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് പറയുന്നത്. ഓക്കെ, സോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ഇതാണ്. ഇഫ് premises are true, conclusion is guaranteed to be true. What is deductive argument? Deductive argument എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ജനറൽ, ലൈക്ക് എ ബ്രോഡ് സ്റ്റേറ്റ്മെന്റ്, അവിടെ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ആ ഒരെണ്ണവും ഇങ്ങനെയാണോ സ്പെസിഫിക്. അല്ലെ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് വന്നു. കണ്ടോ, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ മെന്നും മോർട്ടൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു വ്യക്തിയാണ് സോക്രട്ടീസ് എങ്കിൽ സോക്രട്ടീസും മോർട്ടൽ ആയിരിക്കും. അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ആ ജനറലിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതും ഇതേ ഫീച്ചർ ഉള്ള ആണോ എന്ന് നോക്കുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓൺ ദി ഫോം ഓഫ് ആർഗ്യുമെന്റ്, സ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. സൗണ്ട്നെസ്, അതിനൊപ്പം ഓർക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. വാലിഡിറ്റിയുടെ ഒപ്പം സൗണ്ട്നെസ് കൂടി ഓർക്കുക. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. സ്ട്രക്ചർ കറക്റ്റ് ആണ്, ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ കറക്റ്റ് ആണല്ലോ. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഒരു മനുഷ്യനാണെങ്കിൽ സോക്രട്ടീസ് ഒരു മോർട്ടൽ വ്യക്തി കൂടിയാണ് എന്നുള്ളത്, ആ ഒരു സ്ട്രക്ചറിങ് പ്രോപ്പർ ആണോ നോക്കുക. പ്രോപ്പർ ആണെങ്കിൽ ആർഗ്യുമെന്റ് വാലിഡ് ആണ്. ഇനി ആ ആർഗ്യുമെന്റ് സ്ട്രക്ചറിങ്ങിന്റെ ഒപ്പം premises ട്രൂ കൂടിയാണെങ്കിൽ, ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമുക്ക് ട്രൂ ആണെന്ന് നോക്കാം. അപ്പൊ അതിലെ പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ അതിനെ നമ്മൾ സൗണ്ട് ആർഗ്യുമെന്റ് എന്ന് പറയും. വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂ പ്രമിസ് കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു സൗണ്ട് ആർഗ്യുമെന്റ് ആണ്. ഇതെല്ലാം ഇപ്പോ ബേസിക് കൺസെപ്റ്റ് ആണ്. യു നീഡ് ടു റിമെമ്പർ. ഈ ബേസിക് കൺസെപ്റ്റുകളിൽ നിന്നാണ് നമ്മൾ ബ്രോഡ് തിയറീസിലേക്ക് പോകുന്നത്. ലോജിക്കൽ റീസണിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ ഈ ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കി വന്നു കഴിയുമ്പോൾ എൻ്റെ റീസണിങ് ഐഡിയ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്. സൗണ്ട്നെസ് എന്താണ്, വാലിഡിറ്റി എന്താണ്, ദെൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചേഴ്സ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ ഓർക്കണം. ഇനി വാലിഡ് ആർഗ്യുമെന്റ് എപ്പോഴും ട്രൂ പ്രമിസസ് ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ട്രൂ പ്രമിസസ് ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ ആയിരിക്കും. ദിസ് ഇസ് എ റൂൾ. ട്രൂ പ്രമിസിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് ഫോൾസ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കും,
എപ്പോഴും ട്രൂ ആയിരിക്കും. ഇത് റൂളാണ്. അതേസമയം പ്രമിസസ് ഫോൾസ് ആണെങ്കിൽ ഫോൾസിൽ നിന്നും നമുക്ക് ട്രൂ കൺക്ലൂഷനോ ഫോൾസ് കൺക്ലൂഷനോ എടുക്കാൻ സാധിക്കും. ഇതാണ്, ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. അല്ലെങ്കിൽ സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ട്രൂ കൺക്ലൂഷനിൽ ട്രൂ പ്രമിസിൽ നിന്നും ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ പ്രമിസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ 100% ട്രൂ ആയിരിക്കും എന്നവർ പറഞ്ഞു. അപ്പോ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഒരു കാരണവശാലും ട്രൂ പ്രമിസസ് ആണെങ്കിൽ ഫോൾസ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല എന്നോർത്ത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, വാലിഡ് ആർഗ്യുമെന്റ്സ്, സി ദിസ് ഇസ് ദി റൂൾ, വാലിഡ് ആർഗ്യുമെന്റ്സ് കനോട്ട് ഹാവ് ട്രൂ പ്രമിസസ് ആൻഡ് ഫോൾസ് കൺക്ലൂഷൻ. ട്രൂ പ്രമിസുകളിൽ നിന്നും ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല. ട്രൂ പ്രമിസുകളാണെങ്കിൽ എല്ലായ്പ്പോഴും ട്രൂ കൺക്ലൂഷൻ ആയിരിക്കും. ട്രൂത്ത് ഓഫ് പ്രമിസസ് ഡസന്റ് എൻഷുർ വാലിഡിറ്റി, സ്ട്രക്ചർ ഡസ്. പ്രോപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ വാലിഡ് ആണ്, നമ്മളത് പറഞ്ഞല്ലോ. സ്ട്രക്ചറിങ് പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. അതിന്റെ ഒപ്പം ട്രൂ പ്രമിസസ് കൂടിയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. വാലിഡിന്റെ ഒപ്പം ട്രൂ പ്രമിസ് കൂടി വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റിനെ നമ്മൾ സൗണ്ട് എന്ന് വിളിക്കും. സൗണ്ട് ആർഗ്യുമെന്റ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റിനെ പറ്റി പറഞ്ഞു, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി ട്രൂ. വാലിഡിറ്റി ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ്. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ ആർഗ്യുമെന്റ് ഈസ് വാലിഡ്. ഇനി വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാൽ സൗണ്ട് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ. ഞാനത് വരാൻ പാടില്ലാത്തത് വാലിഡ് ആർഗ്യുമെന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ട്രൂ പ്രമിസുകളിൽ നിന്നും ഫോൾസ് കൺക്ലൂഷൻ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഓർക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അറിയില്ല. നമുക്കറിയാവുന്നത് ചെറിയൊരു സാമ്പിൾ ആണ്. ആ ചെറിയൊരു സ്പെസിഫിക് പോപ്പുലേഷന്റെ ഫീച്ചർ വച്ചുകൊണ്ട് സ്പെസിഫിക്കിൽ നിന്നും ജനറൽ സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ, സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ മേക്സ് പ്രമിസസ് മേക്സ് കൺക്ലൂഷൻ പ്രോബബിൾ നോട്ട് സർട്ടൻ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. 1000 swans seen were white. Okay, we have seen 1000 swans എന്ന് വിചാരിക്കാം. നമ്മൾ 1000 അരയന്നങ്ങളെ കണ്ടു. ഈ 1000 swans മൊത്തം വൈറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലോകത്തുള്ള എല്ലാ സ്വാൻസും വൈറ്റ് ആൻഡ് സാധ്യതയുണ്ടെന്ന് പറയാം. അതായത് ലോകത്തുള്ള എല്ലാ സ്വാൻസും വൈറ്റ് ആണെന്ന് നിർബന്ധമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കണ്ടിരിക്കുന്ന സാമ്പിളുകൾ മൊത്തം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഐറ്റത്തിനും അതേ, പോപ്പുലേഷൻ മൊത്തം അതേ ക്വാളിറ്റി ഉള്ളവരായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് ആണ്. സോ വി ഹാവ് സീൻ 1000 swans which were white, then all swans are white. ഇതെന്താണ്? പ്രോബബ്ലി വൈറ്റ്, പ്രോബബിൾ ആണ്. പ്രോബബ്ലി അങ്ങനെ, അല്ലെങ്കിൽ there is a chance that, highly likely that, ആ ഒരു കൺസെപ്റ്റിൽ മാത്രമായിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക. ഇതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ. സോ പ്രമിസസ് മേക്സ് കൺക്ലൂഷൻ പ്രോബബിൾ നോട്ട് സർട്ടൻ. ഡിഡക്റ്റീവ് ആണെങ്കിൽ സർട്ടൻ ആയിരുന്നു, ഇവിടെ പ്രോബബിൾ ആണ്, ചാൻസ് ഉണ്ട്, അങ്ങനെ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നേ പറയാൻ സാധിക്കൂ. ഇനി വാലിഡിറ്റി എന്തായിരുന്നു? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ആയിരുന്നു വാലിഡിറ്റി. ഇവിടെ വാലിഡിറ്റിക്ക് പകരം വരുന്നത് എന്താണ്? കൊജന്റ്. കൊജന്റ് ആണ്. ഒരു കൊജന്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ സോറി, ഇവിടെ നമ്മൾ വാലിഡിറ്റിക്ക് പകരം കൊണ്ടുവരുന്നത് സ്ട്രെങ്ത് ആണ്. സ്ട്രോങ് ആണോ എന്ന് പറയുള്ളൂ. ഇപ്പോ വാലിഡ് ആണെന്ന് പറയുന്ന ടേം എപ്പോഴും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ ലോജിക്കൽ സ്ട്രെങ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. ആർഗ്യുമെന്റ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളതായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. സോ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? സ്ട്രോങ് ആണെങ്കിൽ there is highly likely ചാൻസ് ഉണ്ട് എന്ന് പറയാം. ആ സ്ട്രെങ്ത്തിന്റെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ വാലിഡ് ആർഗ്യുമെന്റിൽ സൗണ്ട് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് കോജന്റ് ആണ്. കോജന്റ് ആർഗ്യുമെന്റ് ആണോ എന്ന് പറയാം. ഓക്കെ.
സോ കോജൻസി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആർഗ്യുമെന്റ് പ്ലസ് ട്രൂ പ്രമിസസ് വന്നു കഴിഞ്ഞാലാണ് ആർഗ്യുമെന്റിനെ കോജന്റ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് സൗണ്ട്നെസ് ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഇനി സയൻസിലും ഡെയിലി റീസണിങ്ങിലും ഒക്കെ നമ്മൾ ഈ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൺക്ലൂഷൻ മേ സ്റ്റിൽ ബി ഫോൾസ് ഈവൻ ഓൾ പ്രമിസസ് ആർ ട്രൂ. പ്രമിസസ് ട്രൂ ആയാലും കൺക്ലൂഷൻ ഫോൾസ് ആകാൻ സാധ്യതയുണ്ട്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് അങ്ങനെ ഉണ്ടോ? ഇല്ല. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഫോൾസ് ആവില്ല. എന്നാൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ പ്രമിസുകൾ ട്രൂ ആയാലും കൺക്ലൂഷൻ ഫോൾസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, രണ്ട് മേജർ തിങ്സ് പറഞ്ഞു. മൂന്നാമത്തെ ടൈപ്പ് പറയാവുന്നത് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല റീസണിങ് എന്ന് പറയുന്നതാണ് റീസണിങ് ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. അതായത് യൂസ്ഡ് വെൻ എവിഡൻസ് സജസ്റ്റ് എ ലൈക്ലി കോസ് ഓർ എക്സ്പ്ലനേഷൻ. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ മസ്റ്റ് ഇമാജിൻ നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ ഒരു ബ്രേക്കിംഗ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, ആരൊരാൾ എൻട്രി ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ലേ? അതാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്. ബെസ്റ്റ് എക്സ്പ്ലനേഷൻ, സാഹചര്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയും. അതാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് വരുന്നത്. യൂസ്ഡ് വെൻ എവിഡൻസ് സജസ്റ്റ് എ ലൈക്ലി കോസ് ഓർ എക്സ്പ്ലനേഷൻ. ആ എവിഡൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതാണ് അബ്ഡക്റ്റീവ്. കോമൺ ഇൻ ഡയഗ്നോസിസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിസ് ഒക്കെ നമുക്ക് നമ്മൾ ഈ ഒരു മെത്തേഡ് കാണാൻ സാധിക്കും. ഒബ്സർവേഷൻ, ബിലോങ്ങിങ്സ് ആർ സ്കാറ്റേർഡ്. നമ്മൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പ്രോബബ്ലി ദർ ഇസ് എ ബ്രേക്കിംഗ്. പ്രോബബ്ലി വന്നപ്പോൾ എന്ത് മനസ്സിലായി? അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ പ്രോബബ്ലി വന്നിരിക്കുന്നത്. ചാൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ തന്നെ മറ്റൊരു ടൈപ്പാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കമ്പയർസ് ടു സിറ്റുവേഷൻസ്. ഇഫ് ദേ ആർ alike in some ways, they are alike in other ways. ഇവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. അനലോജിക്കൽ ആർഗ്യുമെന്റ് കൊണ്ട് അനലോജിക്കൽ ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജിയും നോൺ ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി എന്ന് പറയും. ആർഗ്യുമെന്റിന് വേണ്ടി അനലോജി യൂസ് ചെയ്യാം, ആർഗ്യുമെന്റ് അല്ലാതെ അനലോജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആർഗ്യുമെന്റിന് വേണ്ടി അനലോജി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ കാര്യം ഉണ്ടാവണം. അതായത് രണ്ട് ഐറ്റം അത് ഒരു സിറ്റുവേഷനിൽ ഒരുപോലാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മറ്റൊരു സിറ്റുവേഷനിലും ഈ രണ്ട് ഐറ്റംസ് ഒരുപോലെ ആകും എന്ന് പറഞ്ഞാൽ മാത്രമേ അത് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആവും. സോ there must be two situations. രണ്ട് സിറ്റുവേഷനിലുള്ള കമ്പാരിസൺ ഉണ്ടാവണം. ഇഫ് ദേ ആർ alike in some ways, ചില രീതിയിൽ അത് ഒരുപോലാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മറ്റു ചില രീതിയിലും അവ ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാലേ അവിടെ എന്തുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ അനലോജിക്കൽ ആർഗ്യുമെന്റ് ഉള്ളൂ. അത് അല്ലെങ്കിൽ അത് അനലോജിക്കൽ നോൺ അനലോജിക്കൽ യൂസ് ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ 2 തവണ വന്നുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നോൺ ആർഗ്യുമെന്റ് യൂസ് ആണ്. നോൺ ആർഗ്യുമെന്റ് യൂസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സാഹചര്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ അത് ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി ആകും. ഓക്കെ, ഒരു എക്സാമ്പിൾ. ഹാർട്ട് ഈസ് ലൈക്ക് എ പമ്പ്. ഒരു കമ്പാരിസൺ ആയില്ലേ? ഹാർട്ട് പമ്പിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പമ്പിങ്ങിനകത്ത്. അപ്പോൾ അത് തന്നെ സെക്കൻഡ് ഒരു കമ്പാരിസൺ വരണം. എങ്ങനെ വരും? ഒരു പമ്പ്, അതുകൊണ്ട് പമ്പ് ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഹാർട്ടിന് ഫെയിൽ ആകാം. സോ ആദ്യത്തെ കമ്പാരിസൺ പമ്പിങ്ങിൽ ഹാർട്ടും പമ്പും ഒരുപോലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കമ്പാരിസൺ ആയി. രണ്ടാമത്തെ കമ്പാരിസൺ അങ്ങനെയാണെങ്കിൽ പമ്പ് ഫെയിൽ ചെയ്യാറുണ്ട്, അതേപോലെ ഹാർട്ടും ഫെയിൽ ചെയ്യും. അപ്പൊ 2 സാഹചര്യങ്ങളിൽ ഈ കമ്പാരിസൺ വന്നാൽ മാത്രമേ അത് അനലോജിക്കൽ യൂസ് ഓഫ് ആർഗ്യുമെന്റ് ആകൂ. ഓർത്തേക്കണേ, അനലോജിക്കൽ ആർഗ്യുമെന്റും ഒരു ഫോം ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അനലോജിക്കലും അതേ മുമ്പ് കണ്ട അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് ആയാലും ദീസ് ആർ ഫോംസ് ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇപ്പോ നമ്മൾ പറഞ്ഞ ഓരോ ചെറിയ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ടൊന്ന് ഓർക്കുക.
ഇനി അതല്ലാതെ ഇനി മറ്റു ചില ആർഗ്യുമെന്റ്സ് പറയാം. അതിനെപ്പറ്റി ജസ്റ്റ് ജനറലി ഓർത്താൽ മതി. കോസൽ ആർഗ്യുമെന്റ്സ്. കോസൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആർഗ്യൂസ് വൺ തിങ് കോസസ് അനദർ. ഇത് കാരണമാണ് മറ്റത് സംഭവിച്ചതെന്ന് ആർഗ്യൂ ചെയ്യുന്നതാണ് കോസൽ ആർഗ്യുമെന്റ്സ്. ഞാൻ ടൂർ പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് മാത്രം മഴ പെയ്തു. എന്താ, ഒരു കാര്യം സംഭവിച്ചത് ഞാൻ ഇത് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നതാണ് കോസൽ ആർഗ്യുമെന്റ്സ്. ഇനി മോറൽ ആർഗ്യുമെന്റ്സ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുകയാണ്. മോഷ്ടിക്കുന്നത് ശരിയല്ല, ബിക്കോസ് അത് ഒരിക്കലും സമൂഹത്തിന് നന്മയല്ല എന്ന് പറഞ്ഞാൽ അത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതാണ്. അതിനെയാണ് മോറൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഇഫ് ദെൻ, ഇഫ് ഇറ്റ് റെയിൻസ് ദി പ്ലേ മേ ബി അബാൻഡൻഡ്. മഴ പെയ്താൽ കളി ഉപേക്ഷിക്കും എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇഫ് ദെൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ് കിട്ടിയോ? ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടേബിൾ ആയത്. ഡിഡക്റ്റീവ് ആണെങ്കിൽ ട്രൂത്ത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, മാക്സിനും ഫിലോസഫിയിലും ഒക്കെ ഉപയോഗിക്കാം. ഇൻഡക്റ്റീവ് ആയാൽ പ്രൊബബിൾ ആണ്, അബ്ഡക്റ്റീവ് ബെസ്റ്റ് കേസ് ആണ്, അൺലോജിക്കൽ സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ്. ട്രൂത്ത് ഒരിടത്തും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കുറെ തിയറി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി അപ്ലൈ ടു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. There must be a necessary relation between the premises and conclusion. Adding new premises improves the validity. False premises may lead to true conclusion. What do you think? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ് അല്ലേ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ് വാലിഡിറ്റി. അതുകൊണ്ട് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വാലിഡ് ആയിരിക്കാം, ഇൻവാലിഡ് ആയിരിക്കാം. ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, there must be necessary relation between premises and conclusion. പ്രമിസസും കൺക്ലൂഷനും തമ്മിൽ എന്തായാലും റിലേഷൻ വേണം. there must be necessary relation between premises and conclusion എന്നുള്ളതും ശരിയാണ്, റിലേഷൻ ഉണ്ടാവും. ഇനി മൂന്നാം സ്റ്റേറ്റ്മെന്റ് എന്താ? adding new premises may lead to adding new premises improves validity. പുതിയ premises ആഡ് ചെയ്ത വാലിഡിറ്റി കൂടുവോ? അതവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് ദി ലാസ്റ്റ് വൺ? false premises may lead to true conclusion. നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ എന്താ? ട്രൂ premises ആണെങ്കിൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല. ഇത് മാത്രമേ നമ്മൾ ഓർക്കാൻ പാടുള്ളൂ. ഇത് നിർബന്ധമാണ്, ബാക്കി എന്തും പോസിബിൾ ആണ്. ട്രൂ പ്രമിസസിൽ നിന്നും ഫോൾസ് കൺക്ലൂഷൻ എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫോൾസ് പ്രമിസസിൽ നിന്നും ട്രൂ കൺക്ലൂഷൻ എടുക്കാൻ പറ്റും. Got it? ഇത് ഇമ്പോർട്ടന്റ് റൂൾ ആണ്, ഒരിക്കലും മറക്കരുത്. ട്രൂ പ്രമിസുകളിൽ നിന്നും ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രമിസസ് ഫോൾസ് ആണെങ്കിൽ ട്രൂവോ അല്ലെങ്കിൽ ഫോൾസോ കൺക്ലൂഷൻ വരാം. ഓക്കെ, അത് ഞാൻ അവിടെ പ്രത്യേകം മാർക്ക് ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ് റൂള്. ട്രൂ പ്രമിസിൽ നിന്നും ഫോൾസ് കൺക്ലൂഷൻ വരില്ല. ട്രൂ പ്രമിസ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ട്രൂ കൺക്ലൂഷൻ മാത്രമേ വരൂ. ഫോൾസ് പ്രമിസ് ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആകാം, ഇങ്ങനെ തന്നെ ഞാൻ എഴുതിയത്, ഫോൾസും ആകാം. രണ്ടും പോസിബിൾ ആണ്. ഫോൾസ് പ്രമിസ് ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആകാം, ഫോൾസും ആകാം. അപ്പൊ ജസ്റ്റ് നോക്കി ആൻസർ എന്തായിരിക്കും? ആഡിങ് ന്യൂ പ്രമിസസ് ഇംപ്രൂവ്സ് വാലിഡിറ്റി. പുതിയ പ്രമിസ് വരുമ്പോൾ വാലിഡിറ്റി കുറയുള്ളൂ. നമുക്കിപ്പോ ആർഗ്യുമെന്റിനകത്ത് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. പുതിയൊരു പ്രമിസ് കൂടി വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടുതലേ ഉള്ളൂ. അങ്ങനെ എന്തിക്കുക? നമ്മളിപ്പോ ആദ്യം ഡിഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് മോർട്ടൽ, therefore സോക്രട്ടീസ് എ മാൻ, therefore സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്നാണ്. ഇതിനകത്ത് നമ്മൾ എവിടെയാണ് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുന്നത്? പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷൻ കുറയാനാണ്, അല്ല ആ ഒരു വാലിഡിറ്റി കുറയാനാണ് സാധ്യതയുള്ളത്, കൂടാനല്ല. ആർഗ്യുമെന്റ് ഡിഡക്റ്റീവ് ആയതുകൊണ്ട്. സോ ഡെഫിനറ്റ്ലി സി തെറ്റാണ്. ബാക്കിയുള്ള മൂന്നുമാണ് ഫീച്ചർ ആയിട്ട് വരുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ.
അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന കാര്യം ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കരുത്. ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. Given below are two statements. One is labeled assertion and second is labeled reason. Assertion പറയുന്നത് a valid deductive argument with all true premises will lead to true conclusion. Reason, in a valid deductive argument, conclusion follows from the premises with absolute necessity. പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെന്ന് നോക്കി. അസഷൻ ശരിയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിനി. വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ ട്രൂ പ്രമിസസ് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ട്രൂ കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം. ഇതല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സി ഹിയർ, ട്രൂ പ്രമിസസ് ആണെങ്കിൽ ഫോൾസ് കൺക്ലൂഷൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ പ്രമിസസ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ട്രൂ കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം എന്നുള്ളതല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ ട്രൂ പ്രമിസസ് വിൽ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ. ദാറ്റ് ഈസ് റൈറ്റ്. എന്തുകൊണ്ടാ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിലാണെങ്കിൽ അവിടെ ഒരു സർട്ടനിറ്റിയുടെ എലമെന്റ് ഇല്ല, സോറി പ്രോബബിലിറ്റിയുടെ എലമെന്റ് ഇല്ല. 100% സർട്ടൻ ആണ്, ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇൻ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കൺക്ലൂഷൻ ഫോളോസ് ഫ്രം ദി പ്രമിസസ് വിത്ത് ആബ്സല്യൂട്ട് നെസസിറ്റി. പ്രമിസുകളിൽ നിന്ന് തന്നെയാണ് കൺക്ലൂഷനിലേക്ക് പോകുന്നത്. 100% അത് നെസസറി ആണ്. സോ തന്നിരിക്കുന്ന അസെഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. Both assertion and reason are true and the reason is the correct explanation of assertion. അടുത്ത question. Pick the incorrect statement. Truth and falsehood may be predicated of propositions but never of arguments. Option B. In the case of deductive argument, the technical terms correct or incorrect are used. Third one, inductive arguments are neither valid nor invalid, but evaluated as strong or evaluated as better or worse. The conclusion of deductive argument follows from its premises with necessity. എന്ത് തോന്നുന്നു? തെറ്റിക്കല്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശ്രദ്ധിച്ചു നോക്കണം, ഇവിടെ ഒരിക്കലും മറന്നു വരുത്. ട്രൂ ആൻഡ് ഫോൾസ്ഹുഡ് എവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്? ആർഗ്യുമെന്റിൽ പറയാൻ പറ്റില്ല. പക്ഷെ എവിടെ പറയാം? പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാം. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് മേ ബി പ്രെഡിക്കേറ്റഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, പ്രപ്പോസിഷൻസ്, ബട്ട് നെവർ ഓഫ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റിൽ പറയാൻ പാടില്ല. ശരിയാണ്, ആർഗ്യുമെന്റിൽ പറയാൻ പാടില്ല. പ്രപ്പോസിഷൻസിലോ സ്റ്റേറ്റ്മെന്റ്സിലോ മാത്രമേ പറയാൻ പറ്റൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷനോ? ഇൻ കേസ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, ടെക്നിക്കൽ ടേംസ് എന്താ യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സിൽ? വാലിഡ് ഓർ ഇൻവാലിഡ്, നോട്ട് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. കറക്റ്റ് എന്ന് ഇൻകറക്റ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല, വാലിഡ് ഓർ ഇൻവാലിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ നെയ്തർ വാലിഡ് നോർ ഇൻവാലിഡ്. വാലിഡ് ഓർ ഇൻവാലിഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് യൂസ് ചെയ്യില്ല. പക്ഷെ എന്ത് പറയും? സ്ട്രോങ് ആണ്. അതാണ് ബെറ്റർ ഓർ വേഴ്സ് എന്ന് പറഞ്ഞത്. സ്ട്രെങ്ത്, ബെറ്റർ ഓർ വേഴ്സ് എന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ കൺക്ലൂഷൻ ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫോളോസ് ഇറ്റ്സ് പ്രമിസസ് നെസസറിലി. അതുകൊണ്ടാണ് ട്രൂ പ്രമിസ് ഉണ്ടെങ്കിൽ ട്രൂ കൺക്ലൂഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ ആ കണ്ട ചെറിയ കൺസെപ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of one of the following describes a valid deductive argument with all premises and conclusion are true? Valid deductive argument with all premises and conclusion are true. എന്താണ് അതിനെ വിളിക്കുക? വാലിഡിറ്റി പ്ലസ് ട്രൂത്ത്ഫുൾനെസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചർ, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ആണ് സൗണ്ട്. ഓക്കെ, ദെൻ സ്ട്രെങ്ത് പ്ലസ് ട്രൂത്ത്ഫുൾനെസ് വന്നു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ എന്തായിരുന്നു? ദാറ്റ് ഈസ് കോജന്റ്. ഇത് ഓർത്തേക്കാം. ലോജിക്കലി സ്ട്രോങ് ആണ്, ആർഗ്യുമെന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണെങ്കിൽ കോജന്റ് ആണ്.
ലോജിക്കലി വാലിഡ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണെങ്കിൽ അതിനെ നമ്മൾ സൗണ്ട് എന്ന് പറയും. രണ്ടെണ്ണത്തിന്റെ ആയതുകൊണ്ടാണ്. ഇതെന്തിന്റെയാ? ഡിഡക്റ്റീവ് ആണ്. ഇതെന്തിന്റെയാണ്? ഇൻഡക്റ്റീവ് ആണ്. അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക് ഇനി കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇവാലുവേറ്റിംഗ് ആർഗ്യുമെന്റ്സ്, വാലിഡിറ്റി, സൗണ്ട്നെസ്, കോജൻസി ആൻഡ് ട്രൂത്ത്. ഇത് റിപ്പീറ്റേഷൻ ആണ്. നമുക്കതൊന്ന് വേഗം പറഞ്ഞു പോകാം. നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് ട്രൂത്ത്ഫുൾനെസ്, എവിടെ അപ്ലൈ ചെയ്യും? സ്റ്റേറ്റ്മെന്റ്സിലെ അപ്ലൈ ചെയ്യും, ആർഗ്യുമെന്റിൽ അപ്ലൈ ചെയ്യില്ല. എ സ്റ്റേറ്റ്മെന്റ് മാച്ചസ് റിയാലിറ്റി ഓർ ഫാക്ട്. സ്റ്റേറ്റ്മെന്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്റ്റിൽ ട്രൂ ആണ് എങ്കിൽ ട്രൂത്ത്ഫുൾനെസ് നമുക്ക് അവിടെ പറയാം. വാലിഡിറ്റി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രെമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. ഇതാണ് ക്വാളിറ്റി. സൗണ്ട്നെസ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ്. ആർഗ്യുമെന്റ്സ് വാലിഡ് ആണ്, അതോടൊപ്പം പ്രെമിസസ് ട്രൂ ആണെങ്കിൽ സൗണ്ട് ആണ്. കോജൻസി ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആണ്. ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്, പ്രെമിസസ് ട്രൂ ആണെങ്കിൽ കോജന്റ് ആണ്. So these are the rules. So validity നമ്മൾ പറഞ്ഞു. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഈസ് വാലിഡ് ഇഫ് കൺക്ലൂഷൻ നെസസറി ഫോളോസ് ഫ്രം പ്രെമിസസ്. പ്രെമിസുകളിൽ നിന്നും എടുക്കാവുന്ന ഒന്നാണ് കൺക്ലൂഷൻ എങ്കിൽ. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ് ട്രൂ ആണോ? അല്ല, പക്ഷേ എന്താണ്? വാലിഡ് ആണ്. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്, ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്. ലോകത്തുള്ള എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെങ്കിൽ, എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണെങ്കിൽ എന്ത് പറയാം? ഡോഗ്സും ബേഡ്സ് ആണെന്ന് പറയാം. അതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. എല്ലാ ഡോഗ്സും ബേഡ്സ് ആണ്. ഇതെങ്ങനെ നമ്മൾ എടുക്കുന്നത്? ഇതാണ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. വെൻ ഡയഗ്രം ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. എല്ലാ ഡോഗ്സും, ഡോഗ് നമ്മൾ വരയ്ക്കുന്നു, എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെന്ന് പറഞ്ഞാൽ ഡോഗ്സ് പൂർണ്ണമായിട്ടും ഡ്രാഗണിനകത്തായിട്ട് വരയ്ക്കാം. ദെൻ ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്. ഡ്രാഗൺസ് മൊത്തം ബേഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഡ്രാഗൺസ് മൊത്തം ബേഡ്സിനകത്തായിട്ട് വരയ്ക്കുക. സോ ബേഡ്സ് ഇവിടെ വരും. ഇനി നിങ്ങൾ നോക്കി, കൺക്ലൂഷൻ എന്താ പറയുന്നത്? ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. എല്ലാ ഡോഗ്സും ബേഡ്സിനകത്താണോ നോക്കിയാൽ മതി. എല്ലാ ഡോഗ്സും ബേഡ്സിനകത്തല്ലേ? ബേഡ്സ് എന്ന് പറയുന്ന എൻറ്റയർ സർക്കിളിനകത്താണ് ഡോഗ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? ഈ കൺക്ലൂഷൻ ട്രൂ ആണ്, സ്ട്രക്ചർ പ്രോപ്പർ ആണ്. ഓക്കെ, ട്രൂ ആണെന്നല്ല, വാലിഡ് ആണ്. സോ ദിസ് ഈസ് വാലിഡിറ്റി. പക്ഷെ ഇവിടെ ട്രൂത്ത്ഫുൾനെസ് ഉണ്ടോ? ഡോഗ്സ് എന്ന് പറഞ്ഞ ഡ്രാഗൺ ആണോ? ട്രൂത്ത്ഫുൾനെസ് ഇല്ല, ട്രൂ ഇല്ല. ദെൻ ഡ്രാഗൺ എല്ലാം ബേഡ്സ് ആണോ? അവിടെയും ട്രൂ ഇല്ല. കൺക്ലൂഷനിലും ട്രൂ ഇല്ല. അപ്പൊ ട്രൂത്ത്ഫുൾനെസ് ഇല്ലെങ്കിൽ എന്ത് പറയും? ഇത് സൗണ്ട് അല്ല, പക്ഷേ വാലിഡ് ആണ്. മനസ്സിലായോ? ഇനി സൗണ്ട്നെസ് എന്താ? ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്ത് വേണം? വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നാലാണ് സൗണ്ട്നെസ് ആവുന്നത്. അതായത് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. ട്രൂ ആണല്ലോ, എല്ലാവരും മോർട്ടൽ ആണ്. ദെൻ സോക്രട്ടീസ് ഇസ് എ ഹ്യൂമൻ. ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ സോക്രട്ടീസും മോർട്ടൽ ആയിരിക്കണം. ട്രൂ ആണ്. സോ വാലിഡ് ആണ്. ട്രൂ ആണെങ്കിൽ ആർഗ്യുമെന്റ് നമ്മൾ സൗണ്ട് ആണെന്ന് പറയും. ഇനി കോജൻസി ആണെങ്കിൽ ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആയിരിക്കണം, പ്രമിസുകളെല്ലാം ട്രൂ ആയിരിക്കണം. ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആകുക, പ്രമിസുകളെല്ലാം ട്രൂ ആകുക. ഇതാണ് കോജന്റ്. എക്സാമ്പിൾ, പ്രമിസ് 1 പറയുന്നത് യൂറോപ്പ ഹാസ് ഓക്സിജൻ. യൂറോപ്പ എന്ന് പറയുന്നത് ഭൂമി പോലെയുള്ള മറ്റൊരു ഗ്ലോബാണ്. അവിടെ ഓക്സിജൻ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്സിജൻ ഈസ് നീഡഡ് ഫോർ ലൈഫ്, അത് നമുക്ക് അറിയാവുന്നതാണ്. ഇത് രണ്ടും സ്ട്രോങ് അല്ലേ? ഇത് രണ്ടും ട്രൂ അല്ലേ? ഇത് രണ്ടും ട്രൂ ആണ്. ദെൻ കൺക്ലൂഷൻ, ദർ മേ ബി ലൈഫ് ഓൺ യൂറോപ്പ. സർട്ടനിറ്റിയോടെയാണോ? അല്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ യൂറോപ്പിൽ ഓക്സിജൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഓക്സിജൻ ലൈഫിന് വേണ്ടതാണെങ്കിൽ യൂറോപ്പിൽ എന്തുണ്ടാകാം? ലൈഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഇതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ്. ഇതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ്. പ്ലസ് എന്തുകൂടിയുണ്ട്? ട്രൂത്ത്ഫുൾനെസ് കൂടിയുണ്ട്. സ്ട്രോങ് പ്ലസ് ട്രൂത്ത്ഫുൾനെസ് ഇൻഡക്റ്റീവ് റീസണിംഗിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് കോജന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ട്രൂത്ത് വേഴ്സസ് വാലിഡിറ്റി കൺസെപ്റ്റ് എന്താണ്? ട്രൂത്ത് ഈസ് അബൌട്ട് കണ്ടന്റ് ഓഫ് പ്രമിസസ് ഓർ കൺക്ലൂഷൻ. അതായത് ട്രൂത്ത് ഈസ് അബൌട്ട് സ്റ്റേറ്റ്മെന്റ്സ്, പ്രപ്പോസിഷൻസുമായി ബന്ധപ്പെട്ടാണ്. വാലിഡിറ്റി ഈസ് അബൌട്ട് ഫോം, സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ് വാലിഡിറ്റി പറയുന്നത്. ആർഗ്യുമെന്റ്സ് മേ ബി വാലിഡ് ബട്ട് നോട്ട് സൗണ്ട്, ഇൻവാലിഡ് ബട്ട് ഹാവ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. എന്തും ആകാം.
ആർഗ്യുമെന്റ് അതൊക്കെ ട്രൂ ആവണം നിർബന്ധമൊന്നുമില്ല. ആർഗ്യുമെന്റ് വാലിഡ് ആകും, പക്ഷെ സൗണ്ട് അല്ലെന്ന് പറയാൻ ട്രൂ അല്ല. ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആകാം, പക്ഷേ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആകാം. അപ്പൊ ഏത് രീതിയിലും ആകാം എന്നുള്ളത് ഓർത്തേക്കാം. സോ അതിന്റെ സമ്മറി ടേബിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൗണ്ട്നെസ്സും കോജൻസിയും ട്രൂത്ത്ഫുൾനെസ്സും വാലിഡിറ്റിയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സമ്മറി ടേബിൾ. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് എ മാൻ, സോ സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ട് വാലിഡിറ്റി ഉണ്ട്. സൗണ്ട്നെസ് ഉണ്ട്, ട്രൂ ആയതുകൊണ്ട് ട്രൂ ആണ്, അതുകൊണ്ട് സൗണ്ട്നെസ് ഉണ്ട് കേട്ടോ. കോജന്റ് ആണോ? കോജൻസി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ്. അത് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഇല്ല. സോ കോജൻസി നമ്മളോട് പറയില്ല. ഓൾ ഡോഗ്സ് ആർ ക്യാറ്റ്സ് ഓർ ക്യാറ്റ്സ് ആർ ബേഡ്സ്, സോ ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. ഇത് ഏത് ടൈപ്പാണ്? അഗൈൻ ഡിഡക്റ്റീവ് ആണ്, പക്ഷേ എന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ആർഗ്യുമെന്റ്സ് ട്രൂ ആണോ? ട്രൂ അല്ല. ട്രൂ അല്ലെങ്കിൽ എന്തുകൂടി ഇല്ല? സൗണ്ട്നെസ്സും ഇല്ല. ഇനി ഓൾ ബേഡ്സ് ക്യാൻ ഫ്ലൈ, പെൻഗിൻസ് ആർ ബേഡ്സ്, സോ പെൻഗിൻസ് ക്യാൻ ഫ്ലൈ. ചിന്തിച്ചു നോക്കി, ട്രൂ ആണോ? ട്രൂ അല്ലെങ്കിൽ എന്തില്ല? സൗണ്ട്നെസ് ഇല്ല. പക്ഷെ സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. സ്ട്രക്ചർ പ്രോപ്പർ അല്ലെങ്കിലോ? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, മോസ്റ്റ് സ്വാൻസ് സീൻ ആർ വൈറ്റ്, സോ ഓൾ സ്വാൻസ് ആർ വൈറ്റ്. മോസ്റ്റ് സ്വാൻസ് സീൻ ആർ വൈറ്റ്, നമ്മൾ കണ്ട മിക്ക സ്വാൻസും വൈറ്റ് ആണ്. സോ എല്ലാ സ്വാൻസും വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഉണ്ട്, പ്രോബബ്ലി, ചാൻസ് ഉണ്ട്. അതെന്താ? ഇൻഡക്റ്റീവ് റീസണിങ് ആയതുകൊണ്ട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ ആണോ? ട്രൂ അല്ല, അതുകൊണ്ട് കോജൻസി ഇല്ല. ട്രൂ ആണെങ്കിൽ കോജന്റ് ആയാലേ. ബിക്കോസ് ബ്ലാക്ക് സ്വാൻ ആർ ദയർ, റൈറ്റ്? ബ്ലാക്ക് സ്വാൻ ഉള്ളത് കൊണ്ട് നമുക്ക് വൈറ്റ് സ്വാൻ എല്ലാം, ലോകത്തുള്ള എല്ലാ സ്വാനും വൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ദി ടേംസ് ട്രൂ ആൻഡ് ഫോൾസിറ്റി അപ്ലൈ ടു ആർഗ്യുമെന്റ്സ്. ദി ടേം ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു സ്റ്റേറ്റ്മെന്റ്സ്. The terms valid and invalid apply to arguments. The terms cogent and non-cogent apply to statements. ഏതൊക്കെ ശരി? വേഗം നോക്കി. ട്രൂ ആൻഡ് ഫോൾസ് ഇവിടെ പറയാം. ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട് ആർഗ്യുമെന്റ്സ്. ആദ്യത്തെ റൂൾ. വാലിഡ് ആൻഡ് ഇൻവാലിഡ് അപ്ലൈ ടു ആർഗ്യുമെന്റ്സ്, ദാറ്റ് ഇസ് റൈറ്റ്. കോജന്റ് ആൻഡ് നോൺ കോജന്റ് അപ്ലൈ ടു, അതും ആർഗ്യുമെന്റിലാണ്, അതൊരിക്കലും സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. So right answer is option B and C. C, right. അടുത്തത് statement 1, truth and falsehood are predicated of arguments. Statement 2, validity and invalidity are predicates of statements. ശരിയാണോ? റിപ്പീറ്റഡ് ആണ്. ഓൾ ദീസ് ആർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അത് നോക്കുക, അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. റിപ്പീറ്റഡ് ആണ്. ഇതെന്തിനാ ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുന്നതെന്ന് ചിന്തിക്കാം. പക്ഷെ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തിനാ നമ്മൾ പറയാതിരിക്കുന്നത്? റൈറ്റ്. തെറ്റിക്കല് നിങ്ങൾ തെറ്റിക്കുന്നു വീണ്ടും. എന്താ? വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി പ്രെഡിക്കേറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണോ? വാലിഡിറ്റി ഇൻവാലിഡിറ്റി നമ്മൾ ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടേ പറയൂ, സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പറയില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാട്ട് അബൌട്ട് ദി ഫസ്റ്റ് വൺ, ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ്? അത് സ്റ്റേറ്റ്മെന്റിലെ പറയൂ, ആർഗ്യുമെന്റിൽ പറയില്ല, അതും തെറ്റാണ്. സോ രണ്ട് ഓപ്ഷനും തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആർ സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്? If all premises are true, conclusion must be true. It claims to support the conclusion only with some degree of probability. ഒരു പ്രോബബിലിറ്റി, ഒരു ചാൻസ് വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് പറയൂ. സോ ഒരു പ്രോബബിലിറ്റി വേണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അത് ഡിഡക്റ്റീവ് ആണ്. Then third one, it claims support its conclusion conclusivity. അതുകൊണ്ട് ഡിഡക്റ്റീവ് ആണ്. Conclusion is completely contained already in the process. അത് totally different concept ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിന് നിങ്ങൾ ആൻസർ പറയണേ. ദി സ്റ്റേറ്റ്മെന്റ് എ പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ് ഈസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ and that's a useless piece of machinery. It is an example of analogical argument. Statement 2, a person with no purpose is like a car with no engine and that's a useless piece of machinery is an example of non-argumentative use of analogy. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, അനലോജി രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം.
ഒന്നെങ്കിൽ അത് ആർഗ്യുമെന്റീവ് യൂസ് ആയിരിക്കും, ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് നോൺ ആർഗ്യുമെന്റീവ് യൂസ് ആയിരിക്കും. ആ നിങ്ങൾ തെറ്റിച്ച ആൻസർ തരല്ലേ, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ഒരു കാരണവശാലും ശരിയാവില്ല. ഒരെണ്ണം ശരിയാണെങ്കിൽ ഒരെണ്ണം തെറ്റാണ്. ശ്രദ്ധിച്ചു നോക്കണം, ഒരെണ്ണം ശരിയാണെങ്കിൽ ഒരെണ്ണം തെറ്റാണ്. അപ്പൊ ഏതാണ് ഇതിൽ ശരി, ഏതാണ് തെറ്റെന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരെണ്ണത്തിൽ പറയുന്നത് ഇതൊരു ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി ആണെന്നാണ്, രണ്ടാമത് പറയുന്നത് ഇത് നോൺ ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി ആണെന്നാണ്. ഒരെണ്ണം ശരിയാണെങ്കിൽ ഒരെണ്ണം തെറ്റല്ലേ? ഡെഫിനറ്റ്ലി തെറ്റാണ്. അപ്പോ ജസ്റ്റ് നോക്കൂ, ഏതാണ് ഇതിൽ ശരി? എ പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ് ഇസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ലെസ് പീസ് ഓഫ് മെഷീനറി. എ പേഴ്സൺ വിത്ത് നോ പർപ്പസ് ഇസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ലെസ് പീസ് ഓഫ് മെഷീനറി. രണ്ടും ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആർഗ്യുമെന്റീവ് ആണോ നോൺ ആർഗ്യുമെന്റീവ് ആണോ? അതിനു വേണ്ടി നമ്മളൊരു റൂള് കണ്ടില്ലേ, ആർഗ്യുമെന്റീവ് ആകണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞത്? പെട്ടെന്ന് ഞാനൊന്ന് തിരിച്ചു പോവാം, കുറച്ചു മുമ്പാ അല്ലെ. സി സി അനലോജിക്കൽ ആർഗ്യുമെന്റ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് ഒരു ക്വാളിറ്റി എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് സിറ്റുവേഷൻസിൽ ഇതേ കമ്പയർ ചെയ്യണം. ഓക്കെ, സോ ഇഫ് അലൈക്ക് ഇൻ സം വേസ് ലൈക്ക് ഹാർട്ടും പമ്പും ഒരുപോലാണ് പമ്പ് ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് വെൻ ഇറ്റ് ഫെയിൽസ്. ഫെയിൽ ആകുന്നതിന് ഒരുപോലെ ആയിരിക്കണം. ഹാർട്ട് ഫെയിൽ ആകും, പമ്പ് ഫെയിൽ ആകുന്ന പോലെ തന്നെ ഹാർട്ടും ഫെയിൽ ആവണം. ഓക്കെ, അപ്പൊ രണ്ട് സിറ്റുവേഷനിലെ കമ്പാരിസൺ ഉണ്ടാവണം, എന്നാലേ അത് ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി ആകും. ഇവിടെ രണ്ട് സിറ്റുവേഷൻ കമ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി. സി, രണ്ട് സിറ്റുവേഷൻ കമ്പയർ ചെയ്തിട്ടുണ്ടോ? എ പേഴ്സൺ വിത്തൗട്ട് പർപ്പസ് ഇസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ. സോ എ പേഴ്സൺ വിത്തൗട്ട് പർപ്പസ് എന്ന് പറയുന്നത് കാർ, എഞ്ചിൻ ഇല്ലാത്ത കാർ പോലാണ് ഒരു സിറ്റുവേഷനിൽ. ഇതേ സിറ്റുവേഷൻ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യണം. ഉണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ലെസ് പീസ് ഓഫ് മെഷീനറി. സെക്കൻഡ് സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? ആദ്യം ഒരു കമ്പാരിസൺ തരുന്നു, അത് മറ്റൊരു സാഹചര്യത്തിൽ അതേ രീതിയിൽ കമ്പയർ ചെയ്യണം. ചെയ്താൽ മാത്രമേ അത് അൺലോജിക്കൽ ആർഗ്യുമെന്റ് ആകൂ. ഇവിടെ അത് സെക്കൻഡ് സിറ്റുവേഷനിൽ കമ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതൊരു അനലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല, ജസ്റ്റ് അനലോജി മാത്രമാണ്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ആർഗ്യുമെന്റീവ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല, ആർഗ്യുമെന്റ് അല്ലാത്ത യൂസ് ആണ്, നോൺ ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജി. ദാറ്റ് ഈസ് റൈറ്റ്. മനസ്സിലായോ? ആർഗ്യുമെന്റ് യൂസും നോൺ ആർഗ്യുമെന്റ് യൂസും ഉണ്ട്. ആർഗ്യുമെന്റ് യൂസ് എന്ന് ആകണമെങ്കിൽ രണ്ട് സാഹചര്യത്തിൽ കമ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ഒരു സാഹചര്യത്തിലെ കമ്പാരിസൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊരു നോൺ ആർഗ്യുമെന്റ് യൂസ് ഓഫ് അനലോജിയാണ്. മനസ്സിലായോ? റൈറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Analogical argument is a type of inductive argument. In analogical argument, it is concluded that two entities alike in some respects are therefore alike in some other respects. So what do you think? ആദ്യത്തെ ക്വസ്റ്റ്യൻ അനലോജിക്കൽ ആർഗ്യുമെന്റ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണോ? ഡെഫിനറ്റ്ലി അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ടൈപ്പ് ആണ്. രണ്ടാമത്തെ അനലോജിക്കൽ ആർഗ്യുമെന്റ് മീനിങ് തന്നെയല്ലേ തന്നിരിക്കുന്നത്. അനലോജിക്കൽ ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് രണ്ട് എൻറ്റിറ്റീസ് ഒരു സിറ്റുവേഷനിൽ ഒരുപോലാണെങ്കിൽ അവ മറ്റൊരു സിറ്റുവേഷനിൽ ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്നതാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബി സി ഡി all have attributes P and Q. A, B, C all have attributes R. Therefore, D probably has attribute R. Which of the following is true regarding the above argument? It is a deductive argument. It is an inductive argument. It is an analogical argument. It is a valid argument. It is an invalid argument. What do you think? എന്ത് തോന്നുന്നു?
ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അൺലോജിക്കൽ ആർഗ്യുമെന്റ് ആണോ എന്ന് നോക്കി. ABCD ഇതിനെല്ലാം ഇതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ അവയെ തന്നെ മറ്റൊന്നുമായിട്ടും കമ്പയർ ചെയ്തിരിക്കുന്നു. കണ്ടല്ലോ, രണ്ട് സിറ്റുവേഷനിൽ കമ്പാരിസൺ വന്നല്ലോ. രണ്ട് സിറ്റുവേഷനിൽ കമ്പാരിസൺ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അൺലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. സോ ഇതൊരു അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണെന്നുള്ളത് ശരിയാണെങ്കിൽ, അൺലോജിക്കൽ ആർഗ്യുമെന്റ് ഏത് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആണ്? അൺലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത്, ബിയും സിയും. ബാക്കിയുള്ള നോക്കി, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണോ? അല്ല. വാലിഡ് ആണോ? നമ്മൾ അൺലോജിക്കലി വാലിഡ് ഉപയോഗിക്കുമോ? ഇല്ല. അവിടെ കോജന്റ് ആണ്, സ്ട്രെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. ഇൻവാലിഡും വാലിഡും അത് ആ സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ യൂസ് ചെയ്യില്ല. സോ റൈറ്റ് ആൻസർ ഈസ് ബി ആൻഡ് സി, ഓപ്ഷൻ എ. Unlogical arguments are deductive, inductive, valid, invalid. Unlogical arguments are inductive arguments. പലതവണ പല ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു അൺലോജിക്കൽ ആർഗ്യുമെന്റ്, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അൺലോജിക്കൽ റീസണിംഗ് ഈസ് ബേസ്ഡ് ഓൺ എ ലൈക്ക്നെസ് ഡ്രോൺ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഇൻ വൺ ഓർ മോർ റെസ്പെക്ട്സ്. അൺലോജിക്കൽ റീസണിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓർ മോർ റെസ്പെക്ട്സ് കറക്റ്റ് ആണ്. ഓക്കെ, ഒന്നിൽ കൂടുതലാകാം. അൺലോജിക്കൽ ആർഗ്യുമെന്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് സിറ്റുവേഷൻ വേണം. അൺലോജിക്കൽ റീസണിംഗ് വണ്ണോ അതിലധികമോ എന്നുള്ളത് ശരിയാണ്. There could be argumentative as well as non argumentative use of analogy. അതും ശരിയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പൊ 3 ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് 4ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആൻഡ് സിലോജിസം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുവിധം ഐഡിയ ആയല്ലോ. ഇതുവരെ കാര്യങ്ങൾ, ഈ ഒരു ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകുന്ന ഓരോ ഏരിയയും കണക്ട് ചെയ്ത് വേണം അടുത്തയിലേക്ക് പോകാൻ. അപ്പോൾ ഇത്രയും കണക്ഷൻസ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അടുത്ത ഏരിയ പറയാൻ പറ്റൂ. അടുത്ത ഏരിയ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആൻഡ് സിലോജിസം ആണ്. സോ എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ? പ്രപ്പോസിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റേറ്റ്മെന്റും പ്രപ്പോസിഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും രണ്ട് ക്ലാസ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ്. അതായത് സി ഓൾ മെൻ ആർ മോർട്ടൽ. ഇവിടെ മെൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓർ കാറ്റഗറി ഉണ്ട്, മോർട്ടൽ എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസ് ഓർ കാറ്റഗറി ഉണ്ട്. അപ്പോ ഈ ഓൾ മെൻ ആർ മോർട്ടൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻ വിത്തൗട്ട് എനി കണ്ടീഷൻ ആണെങ്കിൽ, വിത്തൗട്ട് എനി കണ്ടീഷൻ, ഒരു കണ്ടീഷൻ പറയാതെയുള്ള റിലേഷൻ ആണ് പറയുന്നതെങ്കിൽ എന്ത് പറയാം? അതിനെ നമുക്ക് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. സോ ദിസ് ഈസ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആവണമെങ്കിൽ എന്താണ് റൂൾ? ദി പ്രപ്പോസിഷൻ that relates two or more categories without any condition. ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഇല്ലാതെ രണ്ട് കാറ്റഗറി, രണ്ടോ അതിലധികമോ കാറ്റഗറി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രപ്പോസിഷൻസിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറിയാണ് സബ്ജക്റ്റ്. രണ്ടാമത്തെ കാറ്റഗറിയെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കും. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. ദെൻ ഇവയെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഈ ഒരു വെർബ്, ഈ വെർബിനെയാണ് കൊപ്പുല എന്ന് വിളിക്കുന്നത്. വെർബ് കൊപ്പുല, ആർ നോട്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ there is a ഓൾ എന്ന് പറയുന്ന ഒരു ചെയ്ത് കണ്ടോ? ഇതെന്താണ്? ഇതാണ് ക്വാണ്ടിഫയർ, ക്വാണ്ടിറ്റി ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിഫയർ. സോ ഏതൊരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എടുത്താലും ഈ പറയുന്ന 4 പാർട്ട് ഉണ്ടാവും. ഒരു ക്വാണ്ടിഫയർ ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, കപ്പൂള ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും. ഓക്കെ, ശരി, ഇത്രയും മനസ്സിൽ വെച്ചേക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷനെ പറ്റി പറയാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് 4 തരത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സൽ പോസിറ്റീവ്. യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട ഓൾ ഹ്യൂമൻ ആർ മോർട്ടൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഓൾ, എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ആണ് എന്ന് പറയുവാണെങ്കിൽ
അതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. എ എന്ന് കാണിക്കും. എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. കണ്ടോ, എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. സബ്ജക്റ്റ് ഏതാ? പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ലയർ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. സോ സബ്ജക്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സും ലയർ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയും. രണ്ടാമത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിലുള്ള ആരും തന്നെ പ്രെഡിക്കേറ്റിൽ വരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. സബ്ജക്റ്റിലുള്ള ആരും പ്രെഡിക്കേറ്റിൽ വരുന്നില്ല. സോ നോ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്, നോ SRP എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇ ടൈപ്പ് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും. സിമ്പിൾ ഇ ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ്. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. അടുത്തത് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറയും. ഈ ഓളിന് പകരം എന്ത് വരും? സം വരും. സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിലുള്ള കുറച്ച് പേര് പ്രെഡിക്കേറ്റിനകത്ത് വരുന്നുണ്ട് എന്നാണ്. അതായത് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ അത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. സബ്ജക്റ്റിലെ ചില പേർ പ്രെഡിക്കേറ്റിനകത്തുണ്ട്. ഇതാണ് ഐ ടൈപ്പ് പ്രപ്പോസിഷൻ. പിന്നുള്ളത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. സം എസ് ആർ നോട്ട് ബി. സബ്ജക്റ്റിലുള്ള ചില ആളുകൾ പ്രെഡിക്കേറ്റിനകത്ത് വരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് പെർട്ടിക്കുലർ നെഗറ്റീവ്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. ചില പൊളിറ്റീഷ്യൻസ് ലയേഴ്സ് അല്ല. അതിനെ നമ്മൾ ഓ ടൈപ്പ് എന്ന് പറയും. സോ എ ടൈപ്പ് എന്താണ്, ഇ ടൈപ്പ് എന്താണ്, ഐ എന്താണ്, ഒ എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുക. എ ടൈപ്പ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇ ടൈപ്പ് യൂണിവേഴ്സൽ നെഗറ്റീവ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഐ ടൈപ്പ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. Then O type particular negative, some politicians are not liars. ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓർക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി അതിന്റെ കോമ്പോണൻസ്, ജസ്റ്റ് നമ്മൾ കോമ്പോണൻസ് ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു, ഒന്നുകൂടി പറയാം. ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി രണ്ട് രീതിയിലുണ്ട്. യൂണിവേഴ്സൽ, പെർട്ടിക്കുലർ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് യൂണിവേഴ്സൽ കണ്ടില്ലേ? സി ഓൾ, നോ. ഇവിടെ രണ്ടിലും എല്ലാ മെമ്പേഴ്സിനെ പറ്റി പറയുന്നത്, എല്ലാ സബ്ജക്റ്റുകളും. നോ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റിലുള്ള ആരും തന്നെ, അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി മൊത്തം എടുത്തിട്ടാണ് പറയുന്നത്. രണ്ടിടത്തും യൂണിവേഴ്സൽ ആണ്. രണ്ടിടത്തും സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് യൂണിവേഴ്സൽ. ഇനി സം ആണെങ്കിലോ സബ്ജക്റ്റിലെ ചെറിയൊരു പാർട്ട് എടുക്കുന്നുള്ളൂ. അതാണ് സമ്മിൽ വരുന്നത്, പെർട്ടിക്കുലർ. സോ ക്വാണ്ടിറ്റി, ക്വാണ്ടിഫയർ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ക്വാളിറ്റി എന്താ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ആദ്യത്തെ ക്വാളിറ്റി എന്താ? അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റിൽ വരുന്നുള്ളതാണ്. നെഗറ്റീവും ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആണ്, നോ സബ്ജക്ട്സ് ആർ പ്രെഡിക്കേറ്റ്. ദെൻ പെർട്ടിക്കുലർ അഫർമേറ്റീവ് പോസിറ്റീവ് ആണ്, ദെൻ പെർട്ടിക്കുലർ നെഗറ്റീവ് നെഗറ്റീവ് ആണ്. ഇതാണ് അതിന്റെ ക്വാളിറ്റി. ക്വാണ്ടിറ്റി ഓൾ സം എന്നുള്ളതാണ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി. മനസ്സിലായല്ലോ? ഈ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് ഞാൻ ഫാലസി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഫാലസി ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് കാറ്റഗറിക്കൽ സിലോജിസം എന്താണ്? കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിലോജിസത്തെയാണ് കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയുന്നത്. സിലോജിസം മീൻസ് ആർഗ്യുമെന്റ്, വേറെ ഒന്നുമില്ല. സിലോജിസം എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് തന്നെയാണ്. ആ ആർഗ്യുമെന്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ആണെങ്കിൽ അതിനെ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയും. നമ്മൾ പഠിക്കുന്നത് മൊത്തം കാറ്റഗറിക്കൽ സിലോജിസം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് മോർട്ടൽ, അല്ലെങ്കിൽ സോക്രട്ടീസ് ഇസ് എ മാൻ ദെയർഫോർ സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന് പറഞ്ഞില്ലേ? അതെന്താണ്? കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും രണ്ട് കാറ്റഗറിയെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രണ്ട് കാറ്റഗറി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന വിത്തൗട്ട് എനി കണ്ടീഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയും. ഓക്കെ. സോ കാറ്റഗറിക്കൽ സിലോജിസത്തിൽ രണ്ട് പ്രമിസുകളും ഒരു കൺക്ലൂഷനുമാണ് ഉണ്ടാകുക. രണ്ട് പ്രമിസുകൾ, ഒരു കൺക്ലൂഷൻ.
അപ്പൊ ഇതിൽ 3 ടേമുകൾ പഠിക്കണം. മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം. ഇനി ഇത് നമുക്ക് പഠിക്കാം. ലെറ്റ് മി ഷോ. നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കാം. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. ഓൾ ഗ്രീക്സ് ആർ ഹ്യൂമൻസ്. ഓൾ ഗ്രീക്സ് ആർ മോർട്ടൽ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാം തിയററ്റിക്കലി പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ അത് ഓർക്കണം. എന്താണ് മേജർ ടേം? മേജർ ടേം എന്ന് പറഞ്ഞാൽ, 1 സെക്കൻഡ്, ഓക്കെ. സോ നമ്മൾ പറഞ്ഞത് മേജർ ടേം എന്താണെന്നാണ്. മേജർ ടേം എന്ന് പറഞ്ഞാൽ എന്താ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. അപ്പൊ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്തേ. കൺക്ലൂഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ് ഗ്രീക്ക് ആണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് മോർട്ടൽ ആണ്. സോ മേജർ ടേം ഏതാണ്? മോർട്ടൽ. സിമ്പിൾ അല്ലേ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം എന്ന് ഓർക്കുക. സോ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ഇവിടെ മോർട്ടൽ ആണ്, അപ്പൊ അതാണ് മേജർ ടേം. ദെൻ ഈ മോർട്ടൽ വരുന്ന പ്രെമിസ് ഏതാന്ന് നോക്കുക. മോർട്ടൽ വരുന്നത് ആദ്യത്തെ പ്രെമിസിലാണ്, രണ്ടാമത്തെ പ്രെമിസിലാണ്? ഇവിടെ നോക്കുക, ആദ്യത്തെ പ്രെമിസിൽ മോർട്ടൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രെമിസിനെ നമ്മൾ എന്ത് വിളിക്കും? മേജർ പ്രെമിസ് എന്ന് വിളിക്കും. മനസ്സിലായോ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് നമ്മളുടെ മേജർ ടേം. ആ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് വരുന്ന പ്രെമിസിനെ നമ്മൾ മേജർ പ്രെമിസ് എന്ന് വിളിക്കും. ആദ്യത്തെ റൂൾ കിട്ടിയല്ലോ. രണ്ടാമത്തെ റൂള്, മൈനർ ടേം ഏതാ? കൺക്ലൂഷന്റെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് വിളിക്കുന്നത്. കൺക്ലൂഷന്റെ സബ്ജക്റ്റ്, ഇതാണ് നമ്മളുടെ മൈനർ ടേം. സോ ഗ്രീക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ മൈനർ ടേം. ഇനി എന്താ ഓർക്കേണ്ടത്? അപ്പൊ മൈനർ പ്രെമിസ് ഏതാ? കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഗ്രീക്സ് വരുന്ന പ്രെമിസിനെ നമ്മൾ മൈനർ പ്രെമിസ് എന്ന് പറയും. സോ ഇതാണ് മൈനർ പ്രെമിസ്. ഓക്കെ. ഇനി എന്താ ഉള്ളത്? കൺക്ലൂഷനിൽ വരാതെ എന്നാൽ 2 പ്രെമിസിൽ റിപ്പീറ്റ് ചെയ്തൊരു ടേം കാണാം. ഏതാത്? കൺക്ലൂഷനിൽ വന്നിട്ടില്ല, എന്നാൽ 2 പ്രെമിസുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേം ഏതാന്ന് നോക്കുക. ഹ്യൂമൻ. കണ്ടോ? ഇതാണ് നമ്മളുടെ എന്ത്? മിഡിൽ ടേം. മിഡിൽ ടേം ഓർ ഹേതു എന്ന് ഇന്ത്യൻ ലോജിക് പ്രകാരം പറയും. മിഡിൽ ടേം. മനസ്സിലായോ? സോ വാട്ട് ഈസ് മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മേജർ ടേം ഏതാ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. മൈനർ ടേം കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ്. മേജർ പ്രെമിസ് കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള മേജർ ടേം വരുന്ന പ്രെമിസിനെ മേജർ പ്രെമിസ് എന്ന് പറയും. മൈനർ ടേം വരുന്ന പ്രെമിസിനെ മൈനർ പ്രെമിസ് എന്ന് പറയും. കൺക്ലൂഷനിൽ വരാതെ 2 പ്രെമിസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേമാണ് മിഡിൽ ടേം. മനസ്സിലായോ? ക്ലിയർ ആയോ? പറയൂ. ശരി. അങ്ങനെയാണെങ്കിൽ let me show you one question. ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തിരിച്ചു വരാവേ. ഓക്കെ, സീ ദിസ് വൺ. ഇതിനകത്ത് മേജർ ടേം ഏതാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഇതിന്റെ മേജർ ടേം ഏതാണ്? All students carry backpack. My grandfather carries a backpack. Therefore, my grandfather is a student. അതൊരു ഫാരീഷ്യസ് ആർഗ്യുമെന്റാ. എന്നാൽ കൂടിയും അതിന്റെ മേജർ ടേം ഏതാണെന്ന് കമന്റ് ചെയ്യാവോ? മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. മിസ്റ്റേക്ക് ഉള്ള ആർഗ്യുമെന്റ് ആണ്. മേജർ ടേം ഏതാ?
കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ. എന്തായാലും കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ഏതാണ്? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് സ്റ്റുഡന്റ്. ഇതാണ് നമ്മുടെ മേജർ ടേം, റൈറ്റ്? സോ മേജർ ടേം വരുന്ന പ്രമിസിനെ എന്ത് വിളിക്കും? മേജർ പ്രമിസ് വിളിക്കും. മേജർ ടേം വരുന്ന പ്രമിസ് ഏതാ? ആദ്യത്തെ പ്രമിസ്. ഇതാണ് നമ്മളുടെ മേജർ പ്രമിസ്. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് മേജർ പ്രമിസ്. എന്താണ് മൈനർ ടേം? മൈനർ ടേം എന്ന് പറയുന്നത് കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ്. ദിസ് വൺ, ഗ്രാൻഡ് ഫാദർ. ഇതാണ് നമ്മളുടെ മൈനർ ടേം. അപ്പൊ ഗ്രാൻഡ് ഫാദർ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ദിസ് വൺ. ഇതാണ് നമ്മളുടെ മൈനർ പ്രമിസ്. ഇനി നിങ്ങൾ നോക്കിയാൽ കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്ത ടേം, കൺക്ലൂഷൻ വന്നിട്ടില്ല, രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേം ബാക്ക് പാക്ക് ആണ്. ഇതാണ് നമ്മളുടെ എന്ത്? മിഡിൽ ടേം. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, മറക്കരുത്. മിഡിൽ ടേം ഇതാണ്. സോ ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, മിസ്റ്റേക്സ് വരുത്തരുത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു അല്ലെ? ഇനി അവിടെ നിന്നും അടുത്ത ടീമിലേക്ക് പോകും. മൂഡ് ആൻഡ് ഫിഗർ. മൂഡ് ആൻഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ, മൂഡ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ് ടൈപ്സ് ആണ്. അതായത് നമ്മൾ ഈ കണ്ട ആർഗ്യുമെന്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ആർഗ്യുമെന്റിന്റെ ടൈപ്പ് ഏതായിരുന്നു? എ ടൈപ്പ് ആണോ, ഇ ടൈപ്പ് ആണോ, ഐ ടൈപ്പ് ആണോ, ഒ ടൈപ്പ് ആണോ? ഈ ആർഗ്യുമെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. ഏത് ടൈപ്പ് ആണ്? ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. ഇത് എ ടൈപ്പ് ആണ്, റൈറ്റ്? ഓൾ ഗ്രീക്സ് ആർ ഹ്യൂമൻ, അതും എ ടൈപ്പ് ആണ്. Therefore, all Greeks are mortal. അതും എ ടൈപ്പ് ആണ്. സോ വാട്ട് യു ക്യാൻ സേ, ഈ മൂന്ന് ഐറ്റം ഐഡന്റിഫൈ ചെയ്യുക. ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ അങ്ങ് നേരെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് മൂഡ് ഓഫ് സിലോജിസം. മനസ്സിലായോ? ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക, ആ ടൈപ്പ് അങ്ങ് എഴുതുക. ഇതിനെയാണ് മൂഡ് ഓഫ് സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ. സോ മൂഡ് എ ഐ അങ്ങനെയൊക്കെയുള്ള മൂഡ് പലതുണ്ടാകും. ഇനി അടുത്തത് ഫിഗർ. ഫിഗർ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ഓഫ് മിഡിൽ ടേം ആണ്. മിഡിൽ ടേമിനെ പ്ലേസ് ചെയ്യുന്നതിനെ വെച്ചുകൊണ്ടാണ് എവിടെയാണ് മിഡിൽ ടേം വന്നിരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഗർ ഓഫ് ആർഗ്യുമെന്റ് പറയുന്നത്. ലെറ്റ് മീ ഷോ യു. സി, 4 ഫിഗേഴ്സ് ഉണ്ട്. ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഫിഗർ 4 എന്നാണ് പറയുന്നത്. 4 ഫിഗേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫിഗർ മേജർ പ്രമിസും മൈനർ പ്രമിസും നോക്കിയിട്ട്, മേജർ പ്രമിസിൽ മിഡിൽ ടേം ആദ്യം വരുന്നു, സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുന്നു. മൈനർ പ്രമിസിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എവിടെയാവുന്നു? പ്രെഡിക്കേറ്റ് ആവുന്നു. അതായത് നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഓൾ മാമൽസ് ആർ ഹെയറി, ഓൾ ഡോഗ്സ് ആർ മാമൽസ്. മിഡിൽ ടേം ഏതാ? രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേം മാമൽസ് അല്ലേ? സോ ആദ്യത്തെ പ്രമിസിൽ മിഡിൽ ടേം വന്നിരിക്കുന്നത് എവിടെയാ? സബ്ജക്റ്റിന്റെ പൊസിഷനിലാണ്. രണ്ടാമത്തെ പ്രമിസിൽ മിഡിൽ ടേം വന്നിരിക്കുന്നത് പ്രെഡിക്കേറ്റ് ആയിട്ടാണ്. സോ ഫസ്റ്റ് പ്രമിസിൽ സബ്ജക്റ്റ് ആയിട്ട്, സെക്കൻഡ് പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഫിഗർ 1 എന്ന് വിളിക്കുന്നത്. ഫിഗർ 1. ഇനി ഫിഗർ 2. സി ദി പൊസിഷൻ. മിഡിൽ ടേം എവിടെ വന്നിരിക്കുന്നു നോക്കി. രണ്ട് പ്രമിസിലും എൻഡിലാണ്. രണ്ട് പ്രമിസിലും പ്രെഡിക്കേറ്റ് ആയിട്ടാണ് മിഡിൽ ടേം വരുന്നതെങ്കിൽ അതിനെ ഫിഗർ 2 എന്ന് വിളിക്കാം. ഓൾ ബുക്സ് ആർ ടൂൾസ്, ഓൾ പെൻസ് ആർ ടൂൾസ്. കണ്ടോ? ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ടേം രണ്ട് പ്രമിസിലും പ്രെഡിക്കേറ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് സി, മിഡിൽ ടേം രണ്ട് പ്രമിസിലും സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിനെയാണ് ഫിഗർ 3 എന്ന് വിളിക്കുന്നത്. ഓൾ മാമൽസ് ആർ ഹെയറി, ഓൾ മാമൽസ് ആർ ഡോഗ്സ്. ഓൾ മാമൽസ് ആർ ഹെയറി, ഓൾ മാമൽസ് ആർ ഡോഗ്സ്. കണ്ടോ? അവിടെ രണ്ട് പ്രമിസിലും മിഡിൽ ടേം വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ്. ഫിഗർ 4 ആണെങ്കിൽ ഫസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒന്നാമത്തേതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരണം? മിഡിൽ ടേം ആദ്യത്തെ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആവുന്നു, രണ്ടാമത്തെ പ്രമിസിൽ സബ്ജക്റ്റ് ആവുന്നു. ഈ ഒരു എക്സാമ്പിൾ തെറ്റാണ്. ആദ്യത്തെ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആവുന്നു, രണ്ടാമത്തെ പ്രമിസിൽ സബ്ജക്റ്റ് ആവുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഓൾ ഡോഗ്സ് ആർ
mammals. Okay. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, all mammals are hairy. കേട്ടോ? അപ്പോൾ ആ മാമൽസ് എന്ന് പറയുന്നത് എവിടെ വന്നിരിക്കുന്നത്? ആദ്യത്തെ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വന്നു. രണ്ടാമത്തെ പ്രമിസിൽ പറയുന്നത് തെറ്റാണ്. മേജർ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആവുന്നു, മൈനർ പ്രമിസിൽ അത് സബ്ജക്റ്റ് ആവുന്നു. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ഫിഗർ 4 എന്ന് പറയും. സോ ദീസ് ആർ ദി 4 ഫിഗേഴ്സ്. ക്ലിയർ ആയോ? 4 ഫിഗറുകൾ. നോക്കുക. ഫിഗർ 1 മേജർ പ്രമിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നു, മൈനർ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആവുന്നു. ഫിഗർ 2 മേജർ പ്രമിസിലും മൈനർ പ്രമിസിലും പ്രെഡിക്കേറ്റ് ആയി കഴിഞ്ഞാൽ ഫിഗർ 2. മേജർ പ്രമിസിൽ മൈനർ പ്രമിസിലും സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഫിഗർ 3. മേജർ പ്രമിസിൽ പ്രെഡിക്കേറ്റ് ആവുന്നു, മൈനർ പ്രമിസിൽ സബ്ജക്റ്റ് ആവുന്നു എങ്കിൽ അത് ഫിഗർ 4. ദീസ് ആർ ദി 4 ഫിഗേഴ്സ്. സോ മൂഡ് ആൻഡ് ഫിഗർ കിട്ടിയില്ലേ? മൂഡ് ആൻഡ് ഫിഗർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ സിലോജിസം പ്രോബ്ലംസിലേക്ക് പോകാൻ പോവാണ്. ടിപ്സ് ഫോർ സോൾവിങ് സിലോജിസംസ്. ഓൾവേസ് ഐഡന്റിഫൈ ദി മിഡിൽ ടേം ഫസ്റ്റ്. മാപ്പ് ദി സ്ട്രക്ചർ. ഏത് ടൈപ്പ് ആണെന്ന് നോക്കണം. AIO ഏതാണെന്ന് നോക്കുക. സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഓർഡർ മനസ്സിലാക്കുക. യൂസ് വെൻ ഡയഗ്രം ഓർ അനലിറ്റിക്കൽ മെത്തേഡ്. 2 മെത്തേഡുകളുണ്ട് നമുക്ക് സിലോജിസം സോൾവ് ചെയ്യാൻ. ഒന്നെങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് ഐ വിൽ ടെൽ യു അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണം. അനലിറ്റിക്കൽ മെത്തേഡ് പഠിക്കാതെ നമുക്ക് ചിലപ്പോൾ പഠിക്കാതെ ഒരു ക്വസ്റ്റ്യൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അനലിറ്റിക്കൽ മെത്തേഡ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാപ്പിനും ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനലിറ്റിക്കൽ മെത്തേഡ് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ബിഫോർ ദാറ്റ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അതായത് ക്വസ്റ്റ്യൻ, ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ റോസസ് ആർ ഫ്രാഗ്രന്റീസ്. ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആക്കി ഇതിനെ മാറ്റി റോസസ് ആർ ഫ്രാഗ്രന്റ് എങ്ങനെ എഴുതും? റോസസ് ആർ ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഓൾ റോസസ് വരണം. ഓൾ റോസസ് ആർ ഫ്രാഗ്രന്റ് തിങ്സ്. റൈറ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ എ സിലോജിസം ദി മൂഡ് റെഫേഴ്സ് ടു. മൂഡ് എന്താണ്? ഏതൊക്കെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദി സ്പെസിഫിക് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് യൂസ്ഡ് ഇൻ ദി സിലോജിസം. എ ടൈപ്പ്, ഇ ടൈപ്പ്, ഐ ടൈപ്പ്, അങ്ങനെയുള്ള ഏതൊക്കെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മൂഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദി ഫിഗർ ഓഫ് എ സിലോജിസം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി പ്ലേസ്മെന്റ് ഓഫ്. എന്തിന്റെ പ്ലേസ്മെന്റ് ആണ്? എന്തിന്റെ പ്ലേസ്മെന്റ് വെച്ചിട്ടാണ് ഫിഗർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ പ്ലേസ്മെന്റ് ആണ്? മിഡിൽ ടേം. സംശയമൊന്നും വേണ്ട. മിഡിൽ ടേമിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഫിഗർ 4 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരെ പോകുന്നു ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. പ്രോബ്ലംസ് ചെയ്തു തുടങ്ങിയില്ല കേട്ടോ. പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ കൂടി ആവശ്യമുണ്ട്. ഓർ എന്ത് തോന്നുന്നു, ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ കൂടി പറഞ്ഞോട്ടെ? പ്രോബ്ലം ഇല്ലല്ലോ. അതോ അടുത്ത സെഷനിലേക്ക് മാറ്റണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നോളജ് കൂടുതലായെങ്കിൽ അടുത്ത സെഷനിലേക്ക് മാറ്റാം. പ്രോബ്ലം ഇല്ല. റൈറ്റ്, കണ്ടിന്യൂ. അപ്പൊ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5ാമത്തെ ടോപ്പിക് ഏരിയ ആണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ ഒരു പോയിന്റ് പോലും നമ്മൾ മറക്കാൻ പാടില്ല. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. എന്താണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ എന്ന് ഞാൻ ആദ്യം ഒന്ന് വരയ്ക്കാം. ഇതാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. അതില് എയും ഇയും, ദെൻ AIEO, ദെൻ IO, ഇവ തമ്മിലുള്ള ഈ റിലേഷൻസ് ഉണ്ടല്ലോ, ഈ റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസുകളെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് പൊസിഷൻ വഴി പറയുന്നത്. അതായത് എയും ഇയും തമ്മിലുള്ള റിലേഷനെ നമ്മൾ കോൺട്രറി എന്ന് പറയും. കോൺട്രറി. ഓക്കെ. ദെൻ ഐയും ഓയും തമ്മിലുള്ള റിലേഷനെ സബ് കോൺട്രറി എന്ന് പറയും. സബ് കോൺട്രറി. ദെൻ എയും ഐയും തമ്മിലുള്ള റിലേഷൻ സബ് ഓൾട്ടർനേഷൻ. ഇതും സബ് ഓൾട്ടർനേഷൻ.
രണ്ടും, അതായത് എയും ഐയും തമ്മിലുള്ള റിലേഷനും ഇയും ഓയും തമ്മിലുള്ള റിലേഷനെ നമ്മൾ സബോർഡിനേഷൻ എന്ന് പറയും. ഇനി ക്രോസ് വന്നിരിക്കുന്ന റിലേഷൻ ഇല്ലേ, ക്രോസ് വന്നിരിക്കുന്ന റിലേഷൻ ആണ് കോൺട്രാഡിക്ടറി. കോൺട്രാഡിക്ടറി. ഇനി ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഐ ഷോ യു വൺ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. By which of the following propositions the proposition some men are not honest contradicted? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജനറലി കാണുമ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? ജനറലി കാണും സം മെൻ ആർ നോട്ട് ഓണസ്റ്റ്, അതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഓൾ മെൻ ആർ ഓണസ്റ്റ്, സം മെൻ ആർ ഓണസ്റ്റ്, നോ മെൻ ആർ ഓണസ്റ്റ്, ഓൾ ഓഫ് ദി അബോവ്. വി മേ ഗോ ഫോർ ഓൾ ഓഫ് ദി അബോവ്, റൈറ്റ്? അല്ലേ? സാധാരണഗതിയിൽ ഇതിനെല്ലാം കോൺട്രാഡിക്ട് ചെയ്ത് സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറയുന്നതിനെല്ലാം മോളിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമോ? ഇല്ല, ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ ഇതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ആ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ വച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷനിൽ തരുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് അറിയാതെ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനാണ് ഇത് ആവശ്യം. സോ ഇതൊരു ഡയഗ്രമാണ് ദാറ്റ് ഷോസ് ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്. 4 തരത്തിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനുകൾ എ, ഇ, ഐ, ഒ. ഇത് തമ്മിൽ നമുക്ക് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് റിലേഷൻ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്, അതാണ് സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആദ്യത്തെ ടൈപ്പ്. ഇതൊക്കെ ഇതിനെ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഐ തിങ്ക് ക്ലാസ്സിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനത് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തത് കോൺട്രാഡിക്ടറി ആണ്. കോൺട്രാഡിക്ടറി ഏതാ റിലേഷൻ? കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ആണ്. എയും ഓയും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ ഇയും ഐയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ എ, ഒ ആൻഡ് ഇ, ഐ. ഒരു എക്സാമ്പിൾ എഴുതിയാലോ? എ ടൈപ്പ് എക്സാമ്പിൾ. All cats are mammals. Okay, A type ആണല്ലോ. O type എക്സാമ്പിൾ. Some cats are not mammals. ക്ലിയർ അല്ലേ? രണ്ടും ഒരെണ്ണം എ ടൈപ്പും ഒ ടൈപ്പും ഇപ്പൊ നമുക്കറിയാലോ. എ ടൈപ്പിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഒ ടൈപ്പിനുള്ള എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചു നോക്കി. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ പറയുകയാണ് സം കാറ്റ്സ് ആർ നോട്ട് മാമൽസ്. രണ്ടും ഒരുമിച്ച് നിലനിൽക്കുമോ? എല്ലാ ക്യാറ്റുകളും മാമലാണെന്ന് പറഞ്ഞിട്ട് ചില ക്യാറ്റുകൾ മാമൽ അല്ല എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോകുമോ? ഇല്ല. സോ ബോത്ത് കാനോട്ട് ബി ട്രൂ ടുഗദർ. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റുമെന്ന് കൂടി നോക്കണം. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റുമെന്ന് നോക്കിയാലോ? ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റാണെങ്കിൽ എന്ത് വരും? എപ്പോഴാണ് തെറ്റുന്നത്? എല്ലാ ക്യാറ്റും മാമൽ ആണെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തെറ്റുന്നത്? അതിൽ ഒരു ക്യാറ്റെങ്കിലും മാമൽ അല്ലാതാകുമ്പോഴാണ്, അല്ലേ? ഒരു ക്യാറ്റെങ്കിലും മാമൽ അല്ലെങ്കിൽ തെറ്റും. സോ എങ്ങനെ വരും? സം കാറ്റ്സ് ആർ നോട്ട് മാമൽ. ഓൾ ക്യാറ്റ് ആർ മാമൽസ് വരുന്ന എപ്പോഴാണ്? അതിൽ ഒരെണ്ണമെങ്കിലും മാമൽ അല്ലാത്തപ്പോഴാണ്. അതാണ് സം ക്യാറ്റ് ആർ നോട്ട് മാമൽ എന്ന് എഴുതുന്നത്. ഏത് ടൈപ്പ്? അപ്പോ ഓ ടൈപ്പ് വരും. എ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓ ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ ഓ ഫെയിൽ ആയാലോ? സം കാറ്റ്സ് ആർ നോട്ട് മാമൽ എന്നുള്ളത് തെറ്റാണ്. ചില ക്യാറ്റ് മാമൽ അല്ല എന്നുള്ളത് തെറ്റാണെന്ന് പറയുന്നത് എപ്പോഴാ? എല്ലാ ക്യാറ്റ്സും മാമൽ ആകുമ്പോഴല്ലേ? എല്ലാ ക്യാറ്റ്സും മാമലാണ്. ഓൾ ക്യാറ്റ്സ് ആർ മാമൽ. കണ്ടോ? അതായത് എ ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഓ കിട്ടും, ഓ ഫോൾസ് ആണെങ്കിൽ നമുക്ക് എ കിട്ടും. ഇവ രണ്ടും ഒരുമിച്ച് പോവോ? സം കാറ്റ്സ് ആർ നോട്ട് മാമൽസ്, ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഇത് രണ്ടും ഒരുമിച്ച് പോവോ? ഇല്ല, ഇവ രണ്ടും ഒരുമിച്ച് ശരിയാവില്ല. സോ കാനോട്ട് ബോത്ത് ബി ഫോൾസ് ടുഗദർ. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. കോൺട്രാഡിക്ടറി ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസും ആവില്ല. ഇതാണ് കോൺട്രാഡിക്ടറി. മനസ്സിലായോ?
കോൺട്രാഡിക്ടറി വരണമെങ്കിൽ എന്താണ്? രണ്ടും ഒരുമിച്ച് ട്രൂ ആകാനും പറ്റില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാനും പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? രണ്ടും ഒരുമിച്ച് ട്രൂ ആകാനും പറ്റില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി, ഇത് തമ്മിൽ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് കൂടി നോക്കിയേക്കാം. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമുള്ള ഡിഫറൻസ്. സോ ആദ്യത്തെ എ ടൈപ്പ് ആണ്. എ ടൈപ്പിന്റെ ക്വാണ്ടിറ്റി എന്താ? സി, ക്വാണ്ടിറ്റി ഓൾ ആണ്. ഓ ടൈപ്പിന്റെ ക്വാണ്ടിറ്റി എന്താ? സം ആണ്. സോ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. വാട്ട് അബൌട്ട് ക്വാളിറ്റി? എ ടൈപ്പിന് ഏത് ക്വാളിറ്റിയാണ്? പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഓ ടൈപ്പിന് ഏത് ക്വാളിറ്റിയാണ്? നെഗറ്റീവ് ക്വാളിറ്റിയാണ്. സോ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. ട്രൂ ആവില്ല, ഫോൾസ് ആവില്ല. അങ്ങനെ വരുന്ന പ്രപ്പോസിഷൻസ് ആണ് കോൺട്രാഡിക്ടറിയിൽ വരുന്നത്. മനസ്സിലായോ? ഞാൻ ആ ഒരു ലൈനിൽ എഴുതിയിരിക്കുന്ന അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. കോൺട്രാഡിക്ടറി ആണെങ്കിൽ ഒരുമിച്ച് ട്രൂ ആവില്ല, ഒരുമിച്ച് ഫോൾസ് ആവില്ല. ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. അത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാണാം. രണ്ടാമത്തെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു? കോൺട്രറി. കോൺട്രറി എന്ന് പറയുമ്പോൾ എയും ഇയുമാണ്. ഇവർ തമ്മിലുള്ള റിലേഷനാണ്. മുകളിൽ വരുന്ന രണ്ട് യൂണിവേഴ്സലുകൾ തമ്മിലുള്ള റിലേഷനാണ് കോൺട്രറി. സോ കോൺട്രറി സ്റ്റേറ്റ്മെന്റുകൾക്ക് എക്സാമ്പിൾ എഴുതാം. നേരത്തെ തന്ന ഓൾ ക്യാറ്റ്സ് ആർ മാമൽ. ഇതെന്താ? എ ടൈപ്പ് ആണ്, റൈറ്റ്. ഈ ടൈപ്പോ? നോ ക്യാറ്റ്സ് ആർ മാമൽ എന്നുള്ളത് ഈ ടൈപ്പ് ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? നിങ്ങൾ തന്നെ പറയും. ഓൾ ക്യാറ്റ്സ് ആർ മാമലും നോ ക്യാറ്റ്സ് ആർ മാമൽസും. എല്ലാ ക്യാറ്റും മാമലാണെന്ന് പറഞ്ഞു, ഒരു ക്യാറ്റും മാമൽ അല്ലെന്ന് പറഞ്ഞു. രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? ഇല്ല. സോ രണ്ടും ഒരുമിച്ച് ട്രൂ ആകില്ല. ഇനി നമുക്ക് അതിനെ രണ്ടിനും ഒരുമിച്ച് ഫോൾസ് ആക്കിയാലോ? ഓൾ ക്യാറ്റ്സ് ആർ മാമൽ ഫെയിൽ ആകുമ്പോൾ എന്ത് വരും? ഓൾ ക്യാറ്റ്സ് ആർ മാമൽ എന്നുള്ളത് തെറ്റാണെങ്കിൽ, തെറ്റാകുന്നത് എപ്പോഴാണ്? എല്ലാം മാമലാണെന്ന് പറഞ്ഞു. അത് തെറ്റുന്നത് അതിലൊന്നെങ്കിലും മാമൽ അല്ലാതാകുമ്പോഴാണ്. സം ക്യാറ്റ്സ് ആർ നോട്ട് മാമൽ. ചില ക്യാറ്റ് മാമൽ അല്ല എന്ന് വരുമ്പോഴാണ് തെറ്റുന്നത്. അതേപോലെ നോ ക്യാറ്റ്സ് ആർ മാമൽ എപ്പോഴാണ് തെറ്റുന്നത്? നോ ക്യാറ്റ്സ് ആർ മാമൽ, ആരും മാമൽ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് തെറ്റുന്നത് ചിലത് മാമൽ ആകുമ്പോഴാണ്. സം ക്യാറ്റ്സ് ആർ മാമൽസ്. അവ കിട്ടിയിരിക്കുന്നത് ഞാൻ നോക്കി. സം ക്യാറ്റ്സ് ആർ നോട്ട് മാമൽ എന്ന് പറയുമ്പോൾ അത് ഓ ടൈപ്പ് ആണ്. സം ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ അത് ഐ ടൈപ്പ് ആണ്. ഇനി ഐയും ഓയും ഒരുമിച്ച് പോകും നോക്കിയാൽ മതി. രണ്ടും ഒരുമിച്ച് ശരിയാകാൻ പറ്റുമോ? സം ക്യാറ്റ്സ് ആർ നോട്ട് മാമൽസ്. കുറച്ച് ക്യാറ്റ് മാമൽ അല്ല, കുറച്ച് ക്യാറ്റ് മാമലാണ്. 50 ക്യാറ്റ് മാമലാണ്, 50 ക്യാറ്റ് മാമലല്ല. ടോട്ടൽ 100 എണ്ണം ഉണ്ടെങ്കിൽ പറ്റില്ലേ? രണ്ടും ഒരുമിച്ച് നിലനിൽക്കും. കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണ്, കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരല്ല എന്ന് പറയുന്നത് നിലനിൽക്കില്ലേ? അതേപോലെ തന്നെ ഇവിടെ സം ക്യാറ്റ്സ് ആർ നോട്ട് മാമൽ, സം ക്യാറ്റ്സ് ആർ മാമൽസ്, ഇത് നിലനിൽക്കും. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റും. ഇതാണ് കോൺട്രറി. ബോത്ത് cannot be true together, but both can be false together. മനസ്സിലായോ? എയും ഇയും ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റും. ഇനി ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ? ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ നോക്കി. എന്തായിരുന്നു ക്വാണ്ടിറ്റി? ഓൾ
നോ. ഓളും നോയും രണ്ടും എന്താ? എല്ലാവരെ പറ്റിയാ, എല്ലാ സബ്ജക്റ്റിനെ പറ്റിയാ പറയുന്നത്. ഇപ്പോ ഓൾ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാലും നോ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാലും എന്താണ് ഉദ്ദേശിക്കുന്ന? ആ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന ബ്രോഡ് കാറ്റഗറിയെ മൊത്തമായിട്ടാണ്. അല്ലാതെ ആരും ഇല്ലാന്നല്ല, എല്ലാ പൊളിറ്റീഷ്യൻസിലും ആരും തന്നെ ഇതിൽ വരുന്നില്ല എന്നാണ്. അപ്പൊ എല്ലാ പൊളിറ്റീഷ്യൻസിലും ഒരാളും അവിടെ വരുന്നില്ല എന്നാണ്. അപ്പോ രണ്ടിടത്തും യൂണിവേഴ്സൽ ആണ്, മീൻസ് ഓൾ മെമ്പേഴ്സിനെ പറ്റിയാ പറയുന്നത്. സോ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഇല്ല. വാട്ട് അബൌട്ട് ക്വാളിറ്റി? എ ടൈപ്പ് ആണെങ്കിൽ പോസിറ്റീവ് ക്വാളിറ്റി ആണ്, ഇ ടൈപ്പ് ആണെങ്കിൽ നെഗറ്റീവ് ക്വാളിറ്റി ആണ്. സോ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? സോ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റും. ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഇല്ല, ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇതാണ് കോൺട്രറി. ഓക്കെ. സബ് കോൺട്രറി. സബ് കോൺട്രറി ആണെങ്കിൽ നമ്മൾ ഐയും ഓയും കണ്ടിരുന്നു നേരത്തെ. ഒന്നുകൂടെ പറയാമോ? ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഓളും നോയും. അതാ ഞാൻ പറയുന്നത്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റിലെ എല്ലാ പൊളിറ്റീഷ്യൻസിനെ ഉൾപ്പെടുത്തിയില്ലേ? എല്ലാ പൊളിറ്റീഷ്യൻസിനെ ഉൾപ്പെടുത്തി. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് പറയുമ്പോഴും സബ്ജക്റ്റിലെ എല്ലാ പൊളിറ്റീഷ്യൻസും വന്നില്ലേ? അവരാരും ലയർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നില്ല എന്ന് പറയുമ്പോൾ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇവരാരും ലയറിൽ വരുന്നില്ല എന്ന് പറയുന്നത്. സോ ഓൾ ആയാലും നോ ആയാലും സബ്ജക്റ്റിലെ എല്ലാവരെയും പറ്റിയാ പറയുന്നത്. ഓക്കെ. ജസ്റ്റ് ഇമാജിൻ, ഇപ്പോ നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഈ ക്യാറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ എല്ലാ മെമ്പേഴ്സും വന്നു. അവരാരും തന്നെ ഡോഗ് അല്ല. കണ്ടോ? അവരാരും തന്നെ ഡോഗ് അല്ല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിലെ എല്ലാ മെമ്പേഴ്സും എടുക്കുന്നു. ആ സബ്ജക്റ്റിലെ എല്ലാ മെമ്പേഴ്സിലും ആരും തന്നെ ഡോഗ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നില്ല. ഓക്കെ. സോ ക്വാണ്ടിറ്റി നമ്മൾ അങ്ങനെ എടുക്കേണ്ടത്. ഈ സബ്ജക്ട് കാറ്റഗറിയിലെ മെമ്പേഴ്സ് എല്ലാവരും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വാണ്ടിറ്റി. അതില് സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ എയും ഇയും എടുക്കുവാണെങ്കിൽ ദർ ഇസ് നോ ക്വാണ്ടിറ്റി ഡിഫറൻസ്. ഓക്കെ. എയും ഇയും എടുക്കുവാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിഫറൻസ് ഇല്ല. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ബിക്കോസ് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. സബ്ജക്റ്റ് എല്ലാവരും ഉണ്ടെന്നോ സബ്ജക്റ്റ് എല്ലാവരും ഇല്ലെന്നോ ആകാം. ഇത് ഞാൻ വേറെ രീതിയിൽ വേണമെങ്കിൽ എഴുതരാം. നോ കാറ്റ്സ് ആർ ഡോഗ്സ് എന്നുള്ളതിന് പകരം ഇങ്ങനെ എഴുതിയാലോ? ഓൾ കാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്. ബോത്ത് ദീസ് ആർ സെയിം, റൈറ്റ്? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ സെയിം അല്ലേ? നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞാലും ഓൾ ക്യാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ക്യാറ്റ്സ് എന്ന് പറയുന്ന പൂർണ്ണമായ കാറ്റഗറിയിലെ ആരും തന്നെ ഡോഗ്സിൽ വരുന്നില്ല എന്നാണ്. അതിനർത്ഥം എന്താ? ക്യാറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്ട് കാറ്റഗറിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. സബ്ജക്ട് കാറ്റഗറിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ ആണ്. ദാറ്റ്സ് ഓൾ. യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സെയിം. മനസ്സിലായോ? നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കരുത്, സബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റി കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ. ശരി. ഇനി നമ്മൾ നേരെ പോകുന്നത് മൂന്നാമത്തെ കാറ്റഗറി. മൂന്നാമത്തത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണെന്ന് ഓർത്തേ? രണ്ട് പെർട്ടിക്കുലേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ്. സി, ഐ ആൻഡ് ഒ. പെർട്ടിക്കുലർ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും തമ്മിലുള്ള റിലേഷൻ ആണ്. ഐ ടൈപ്പിന് എക്സാമ്പിൾ നമുക്ക് പൊളിറ്റീഷ്യനിലേക്ക് തന്നെ വരാം. സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഐ ടൈപ്പ് ആയല്ലോ, സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഓ ടൈപ്പിന് എക്സാമ്പിൾ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. ഓ ടൈപ്പ്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞാൽ മതി. സം ആർ ലയേഴ്സ്, സം ആർ നോട്ട്. ശരിയായുള്ളൂ. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ലേ? ഡെഫിനറ്റ്ലി. 100 പൊളിറ്റീഷ്യന്മാരുണ്ട്, 60 പേര് കള്ളന്മാരാണ്, 40 പേര് കള്ളന്മാരല്ല എന്ന് പറയുന്നത് നിലനിൽക്കില്ലേ? നിലനിൽക്കും. അതുകൊണ്ട് ബോത്ത് ക്യാൻ ബി ട്രൂ ടുഗദർ. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റും. ഓക്കെ. ഇനി രണ്ടും ഒരുമിച്ച് ഫോൾസ് ആക്കിയാലോ?
സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ എപ്പോഴാണ് തെറ്റുന്നത്? ചില പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണെന്ന് പറയോ തെറ്റുന്നത് എപ്പോഴാ? നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ആരും കള്ളന്മാരല്ല എന്ന് പറയുമ്പോഴാണ്. ഇനി സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എപ്പോഴാണ് തെറ്റുന്നത്? ചിലർ കള്ളന്മാരല്ല എന്ന് പറയുന്നത് തെറ്റണത് എപ്പോഴാണെന്ന് ആലോചിക്കുക. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. എ ടൈപ്പ്. സോ ഐ ടൈപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇ ടൈപ്പ് ആയിരിക്കും. ഓ ടൈപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ടൈപ്പ് ആയിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് പോകും. രണ്ട് യൂണിവേഴ്സലുകളാണ്, ഒരു കാരണവശാലും ഒരുമിച്ച് പോവില്ല. എല്ലാ പൊളിറ്റീഷ്യന്മാരും കള്ളന്മാരാണെന്ന് പറയുന്ന ഒരാൾ, ഒരു പൊളിറ്റീഷ്യനും കള്ളന്മാരല്ലെന്ന് പറയുന്നത് മറ്റൊരാൾ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല. അതുകൊണ്ട് എന്ത് പറയാം? ബോത്ത് കാനോട്ട് ബി ഫോൾസ് ടുഗദർ ബട്ട് ബോത്ത് ക്യാൻ ബി ട്രൂ. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല, രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റും. ഇനി ക്വാണ്ടിറ്റി, രണ്ടിടത്തും സമ്മാണ്. നമ്മൾ ഇന്ത്യക്ക് സെയിം ആണോ? സെയിം ആണോ? യൂണിവേഴ്സലി പറഞ്ഞ പോലെയാണ്, അതേപോലെ തന്നെ ചിന്തിക്കണം. ഇവിടെ സം പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സം സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിലെ ചില ആളുകൾ, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സം പൊളിറ്റീഷ്യൻസ് ചിലപ്പോൾ 40 പേരായിരിക്കും. ഓക്കെ, ദെൻ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 60 പേരായിരിക്കും. സോ ക്വാണ്ടിറ്റി മേ ബി സെയിം ഓർ മേ നോട്ട് ബി സെയിം. ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം ആകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സെയിം അല്ലാതാകാനും ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ക്വാളിറ്റിയോ? ക്വാളിറ്റി, ആദ്യത്തെ ക്വാളിറ്റി സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ, ഐ ടൈപ്പ് ആണ്, പോസിറ്റീവ്. രണ്ടാമത്തെ ക്വാളിറ്റി സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ, ഓ ടൈപ്പ് ആണ്, നെഗറ്റീവ്. കണ്ടോ? സോ ദിസ് ഈസ് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകാതിരിക്കില്ല. ഉണ്ടാകാതിരിക്കാം. പക്ഷേ ക്വാളിറ്റിയിൽ ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. അതാണ് സബ് കോൺട്രറി. ഓക്കെ, അതും കിട്ടിയല്ലോ. ഇനി വരുന്നത് സബോൾട്ടർനേഷൻ. സബോൾട്ടർനേഷൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഈ 3 റൂളുമാണ് നമുക്ക് പഠിക്കാൻ ഇത്തിരി പാട്. ഈ 3 റൂളും പഠിച്ചു കഴിഞ്ഞാൽ സബോൾട്ടർനേഷൻ വലിയ കാര്യമൊന്നുമില്ല. സബോൾട്ടർനേഷൻ അത് ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ട്രൂ ആയിരിക്കും. സിമ്പിൾ അല്ലേ? യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. ഇപ്പോ ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്, ഇത് ഏത് ടൈപ്പാ? ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. ഇത് ഏത് ടൈപ്പാ? എ ടൈപ്പ് അല്ലേ? അതിന്റെ പർട്ടിക്കുലർ ഏതാ? എയുടെ പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ അത് ഐ ടൈപ്പ് ആണ്. ഐ ടൈപ്പ് എന്തായിരിക്കും? സം ക്യാറ്റ്സ് ആർ ഡോഗ്സ്, ഐ ടൈപ്പ്. എല്ലാ ക്യാറ്റും ഡോഗ് ആണെങ്കിൽ സം ക്യാറ്റ്സ് ആർ ഡോഗ്സ്, ചില ക്യാറ്റ് ഡോഗ് ആണെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. ഇതാണ് റൂൾ. സബോൾട്ടർനേഷൻ മനസ്സിലായോ? എ ട്രൂ ആണെങ്കിൽ ഐ എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ ഇ എടുക്കാം. നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ്, ഈ ആണല്ലോ. ഈ ട്രൂ ആണെങ്കിൽ അതിന്റെ ഓ എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. സം ക്യാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്, സം ക്യാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ് എന്ന് പറയുന്ന ഓയും ട്രൂ ആയിരിക്കും. ഇതൊരു റൂളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. സി, ഓൾ ചെയർസ് ആർ ടേബിൾ. ഓൾ ചെയർസ് ആർ ടേബിൾ എ ടൈപ്പ് അല്ലേ? ഐ ടൈപ്പ് എന്താ പറയുന്നത്? സം ചെയർസ് ആർ ടേബിൾ. കേൾക്കുമ്പോൾ അത് രണ്ടും തെറ്റായിട്ട് തോന്നും. തെറ്റാണോ യഥാർത്ഥത്തിൽ? എല്ലാ ചെയറും ടേബിൾ ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചെയർ എടുത്തു കഴിഞ്ഞാൽ അതും ടേബിൾ ആയിരിക്കില്ലേ? അതാണ് സം ചെയർസ്. ഓൾ ചെയർസ് ആർ ടേബിൾ ആണെങ്കിൽ സം ചെയർസ് ആർ ടേബിൾ വാലിഡ് ആണ്. മനസ്സിലായോ? നോ ചെയർ ഇസ് ടേബിൾ ആണെങ്കിൽ സം ചെയർ ഇസ് നോട്ട് ടേബിളും വാലിഡ് ആണ്. അതാണ് പറഞ്ഞത്. എ വാലിഡ് ആണെങ്കിൽ ഐ വാലിഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ട്രൂ ആണെങ്കിൽ ഓയും ട്രൂ ആയിരിക്കും. ഇതാണ് സബോൾട്ടർനേഷൻ. സോ 4 കൺസെപ്റ്റുകളാണ്. ഈ 4 കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മിനിമം 2 മാർക്സ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്.
അതിലൊരു ഒരു ഒഴിവാക്കലുമില്ല. ഉറപ്പായിട്ട് യു വിൽ ഗെറ്റ് 1 ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 റിലേഷനെ പറ്റിയാണ്. Let's see the relation here. Contradictory A, O, E, I. ഇവ തമ്മിലുള്ള റിലേഷൻ ആണ്. Cannot be true together, cannot be false together. Contrary എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ്. Cannot be true together but can be false together. Subcontrary ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ്. Cannot be false together but can be true together. ട്രൂ ആകാൻ ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല. സബോൾട്ടർനേഷൻ ഇത്രയേ ഉള്ളൂ. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും, ഇ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സബോൾട്ടർനേഷനിൽ വരുന്നത്. ഈ റിലേഷൻ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓൾ സ്റ്റുഡൻസ് ആർ പഞ്ച്വൽ. ഓ പറയുന്നത് സം സ്റ്റുഡൻസ് ആർ നോട്ട് പഞ്ച്വൽ. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഏത് റിലേഷൻ ആണെന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. എയും ഓയും ഒരുമിച്ച് വന്നാൽ ഏത് റിലേഷനാണ്? എയും ഓയും സി നമ്മുടെ ക്ലാസിക്കൽ സ്കോർ ഓപ്പോസിഷനിൽ അവർ എവിടെ വരുന്നു നോക്കിയാൽ മതി. ഇവ തമ്മിലുള്ള റിലേഷൻ ഇയും ഐയും ഒരുമിച്ച് വന്നാൽ ഈ റിലേഷനെയാണ് കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോ സ്റ്റുഡൻസ് ആർ പഞ്ച്വൽ. ഏത് ടൈപ്പാ? ഈ ടൈപ്പാണ്. ഓൾ സ്റ്റുഡൻസ് ആർ പഞ്ച്വൽ ഏത് ടൈപ്പാ? എ ടൈപ്പാണ്. ഇവ തമ്മിലുള്ള റിലേഷൻ എന്ത് പറയും? എയും ഇയും ഒരുമിച്ച് വന്നാൽ അത് കോൺട്രറി. ഇത്രേ ഉള്ളൂ. ഈ കൺസെപ്റ്റുകൾ നമുക്ക് വേണം. ഞാൻ ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. നമ്മളത് നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ. ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രപ്പോസിഷൻ സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് കോൺട്രാഡിക്റ്റഡ്. ഇനി നിങ്ങൾ ഇത് നോക്കി. സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് ഏതിനാ കോൺട്രാഡിക്ട് ചെയ്യുന്നത്? ഏത് ടൈപ്പാണെന്ന് നോക്കുക. സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറയുന്നത് ഓ ടൈപ്പ് ആണ്. ഓ ടൈപ്പിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം? എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. തന്നിരിക്കുന്നത് എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓൾ മെൻ ആർ ഓണസ്റ്റ്. ഇതാണ് കോൺട്രാഡിക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കാനാണ് ക്ലാസിക്കൽ സ്കോർ ഓപ്പോസിഷൻ വേണം എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ടു പ്രപ്പോസിഷൻ ദാറ്റ് ഹാവ് ദി സെയിം സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ടേംസ് ബട്ട് ഡിഫറൻസ് ഇൻ ക്വാളിറ്റി ക്യാൻ ബി ടേംഡ് ആസ്. ക്വാളിറ്റിയിൽ മാത്രം വ്യത്യാസം വരുന്നു. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആണ്, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമില്ല. ഏതാണ്? ഇവ തമ്മിലുള്ള റിലേഷൻ അല്ലേ? എയും ഇയും ക്വാണ്ടിറ്റി വൈസ് എത്രയാ? ഓൾ ആണ്. ക്വാണ്ടിറ്റി സെയിം ആണ്. വാട്ട് അബൌട്ട് ക്വാളിറ്റി? ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. കണ്ടോ? അപ്പോൾ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നു, ക്വാണ്ടിറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ അത് കോൺട്രറി ആണ്. അടുത്തത്. ഇഫ് ടു പ്രപ്പോസിഷൻസ് ആർ റിലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ cannot be true together although they may be false together then such a relationship is considered as. നിങ്ങൾ പറയും രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റാത്ത ഇതിലാണ് കോൺട്രറി. പറഞ്ഞ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് അല്ലേ? പറഞ്ഞ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, വിട്ട് കളയരുത്. കോൺട്രറി റിലേഷൻ വരുമ്പോഴാണ് രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ സ്റ്റുഡൻസ് ക്ലിയർ ദിയർ എക്സാമിനേഷൻ ആൻഡ് ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദി എക്സാമിനേഷൻ. ദിസ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ്. ഇതെന്താണ്? എല്ലാവരും പാസ്സായി എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ്? എ ടൈപ്പ് ആണ്. ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട്, സം ഡിഡ് നോട്ട്, അതും അതെന്താണ്? ഓ ടൈപ്പ് ആണ്. എയും ഓയും ഒരുമിച്ച് വരുന്ന ഇൻസ്റ്റൻസ് ഏതാന്ന് വെച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് കോൺട്രാഡിക്ടറി. അപ്പോ നമ്മൾ 5 ടോപ്പിക് ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ, റൈറ്റ്? ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ലെക്ചർ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി കാണുക. അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന റെക്കോർഡ് ലെക്ചറിൽ ആദ്യത്തെ 2-3 സെഷൻസ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആ 2-3 സെഷൻസ്, 3-4 വരും. ആ സെഷൻസ് നിങ്ങൾ കണ്ടാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഗോ ത്രൂ ഇറ്റ്. സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. പക്ഷേ യു മസ്റ്റ് ലേൺ ദിസ് സബ്ജക്ട്. ഈ സബ്ജക്ട് നമ്മളുടെ ആഡ് അഡ്വാൻറ്റേജ് ആണ്. അതായത് എക്സാം എഴുതുന്ന 100 പേരിൽ 95 പേരും കവർ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സബ്ജക്റ്റാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ സബ്ജക്റ്റ് അത്ര ഫെമിലിയർ അല്ല, എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഈ സബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണ വ്യക്തമായിട്ട് പഠിച്ചാൽ 100% കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഏരിയ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 5 ടോപ്പിക് കണ്ടിന്യൂഷൻ അല്ലേ? ആദ്യം തുടങ്ങിയ പോയിന്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടാണ് 5ാമത്തെ പോയിന്റ് വരെ എത്തിയത്. അതേപോലെയാണ് ഇനി വരുന്ന ഓരോ ടോപ്പിക്കും.
15 ടോപ്പിക് ഉണ്ടെങ്കിൽ ഇനിയുള്ള 2 സെഷനുകളിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകാൻ പോകുന്നത് അടുത്ത 5 ടോപ്പിക് അടുത്ത സെഷനിലും അതിനുശേഷമുള്ള 5 ടോപ്പിക് അതിനുശേഷമുള്ള സെഷനിലായിരിക്കും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ലോജിക്കൽ റീസണിങ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 5 റൈറ്റ് ആൻസേഴ്സ് കിട്ടും. ആ 5 റൈറ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആഡ് അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു 5% ആളുകളെ ലോജിക്കൽ റീസണിങ് പഠിക്കാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് പേരുണ്ടാവും. അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പറിൽ 10 മാർക്ക് ആഡ് അഡ്വാൻറ്റേജ് ആണ് മറ്റുള്ളവരെക്കാൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് യു മസ്റ്റ് ഗോ ത്രൂ ദിസ് സബ്ജക്ട് തറോലി. വീണ്ടും കാണുക, സംശയോടെ ചോദിച്ചോളുക, ക്ലാരിഫൈ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ഒരു സബ്ജക്ട് ഏരിയ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ പേപ്പർ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് തുടങ്ങി എന്നുള്ളതിന് തെളിവാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. തറവായിട്ട് കവർ ചെയ്യുക.